അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മൾ കഴിഞ്ഞ ദിവസം എന്താണ് അവസാനമായിട്ട് പറഞ്ഞത്? അബ്നിയത്തുൽ അഫ്ആൽ അല്ലേ, ഫിഅലിൻ്റെ രൂപങ്ങൾ. അറബിയിൽ നമ്മൾ പറഞ്ഞു ഏറ്റവും കുറഞ്ഞത് എത്ര അക്ഷരം ഉണ്ടാവും ഒരു ഫിഅലിന്? 3 അക്ഷരം, കൂടുതൽ 6. അതിൽ മുജറദായിട്ടുള്ളത് അഥവാ എല്ലാ അക്ഷരങ്ങളും അസ്ലിയായിട്ടുള്ള എത്ര രൂപങ്ങളുണ്ട്? സുലാസി, റുബായി. സുലാസിയിൽ 3 എണ്ണം, ഫഅല, ഫഇല, ഫഉല. റുബായിൽ 1 എണ്ണം, ഫഅലല. പിന്നെ മസ്ജിദിനെ കുറിച്ച് പറഞ്ഞു, അതിൻ്റെ വ്യത്യസ്ത രൂപങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. മൊത്തം എത്ര എണ്ണം ഉണ്ട്? 19 അബ്നിയത്ത്, 19 സീഗുൻ അല്ലെങ്കിൽ സീഗത്തുൻ, 19 സീഗകൾ അല്ലെങ്കിൽ ബിനാകൾ ആണുള്ളതെന്ന് പറഞ്ഞു. ഇത്രയാണ് ഫെയിലിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ പറയാനുള്ളത് എന്തായിരുന്നു? ഇസ്മല്ലേ. അതിന് മുമ്പ് വീണ്ടും ഒന്നുകൂടി പറയാം. മൊത്തം നമ്മളെ 5 വേർതിരിച്ചിട്ടുണ്ട് സർഫ്. ഒന്ന് അൽ അബ്നിയ, നമ്മളീ പറഞ്ഞ സംഗതി. രണ്ടാമത്തേത് മീസാൻ. എന്തായാലും കുഴപ്പമില്ല, മീസാൻ എന്ന് പറയാം ഫസ്റ്റ് അല്ലേ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഓർഡറിലായിക്കോട്ടെ. നമ്മൾ തുടങ്ങിയത് ഇപ്പോൾ അബ്നിയ വെച്ചിട്ടാണ്. അബ്നിയ എന്ന് പറഞ്ഞാൽ എന്താണ്? മൊത്തം അറബി പദങ്ങൾ ഏതൊക്കെ രൂപത്തിൽ ഏതൊക്കെ ഘടനയിൽ വരാം അല്ലേ, അതാണ് ഒന്നാമത്തെ കാര്യം. നമ്മൾ സാധാരണ വീടിൻ്റെയൊക്കെ പ്ലാൻ വരയ്ക്കുന്ന പോലെ. പ്ലാന് എന്ന് പറഞ്ഞാൽ എന്താ? വീട് പല കോലത്തെ ഉണ്ടാവും. ഒരേ പ്ലാനുള്ള 2 വീടുകൾ തന്നെ ചിലപ്പോൾ അതിൻ്റെ ബാഹ്യമായിട്ടുള്ള ഡെക്കറേഷനൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ഇൻറ്റീരിയറൊക്കെ കഴിഞ്ഞാൽ പല കോലത്തിലായിരിക്കും. പക്ഷെ പ്ലാനുകൾ, എത്ര പ്ലാനുകളുണ്ട്, അതാണ് സിയഗ് അല്ലെങ്കിൽ അബ്നിയ എന്ന് പറയുന്നത്. അറബിയിൽ എത്ര രൂപത്തിലുള്ള വാക്കുകൾ ഉണ്ടാവാം അത് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തേത് മീസാൻ. മീസാൻ എന്താണെന്ന് ഇന്ന് മനസ്സിലാവും ഇൻഷാ അല്ലാഹ്. മൂന്നാമത്തേത് തസ്രീഫുൽ അഫ്ആൽ, നാലാമത്തേത് തസ്രീഫുൽ അസ്മാ, അഞ്ചാമത്തേത് മുഷ്തറക്കായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൽ അബ്നിയത്ത് നമ്മൾ പറഞ്ഞു. അതിൽ ആദ്യം അബ്നിയത്തുൽ അഫ്ആൽ 19 എണ്ണം പറഞ്ഞു കഴിഞ്ഞു. ഇനി അബ്നിയത്തുൽ അസ്മാ ആണ് പറയാനുള്ളത്. അത് നമ്മൾ പറഞ്ഞു എഴുതിയാൽ തീരൂല. കാരണം എത്ര എണ്ണം ഉണ്ട്? മുജറദുണ്ട്, മസീദുണ്ട് അല്ലേ. അതിൽ മുജറദ് എത്ര എണ്ണം? 19 എണ്ണം. അഫ്ആൽ എല്ലാം കൂടി 19 എണ്ണേ ഉള്ളൂ, മുജറദ് മസീദും കൂടി. പക്ഷേ അസ്മാ മുജറദ് മാത്രം 19 എണ്ണം. മസീദോ? മസീദിനെ പറ്റി പല അഭിപ്രായങ്ങളാണ്. 300, 1000, അതിൽ കൂടുതലൊക്കെ ഉണ്ട് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് പറഞ്ഞാൽ തീരുന്നതല്ല. അതുകൊണ്ട് നിങ്ങൾ കിതാബിൽ നിന്ന് വായിക്കുക ഇൻഷാ അല്ലാഹ്. ഞാൻ അതിൻ്റെ അർത്ഥങ്ങളും അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് പറയാം. ആരാ വായിക്കുക? ഒരാൾ വായിച്ചോളി. അബ്നിയത്തുൽ അസ്മാ ഇതെടുത്തോ. ഉറക്കെ വായിച്ചോ. നിങ്ങൾ പുസ്തകത്തിൽ നോക്കട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ലിലിസ്മിൽ മുജറദി 19 ബിനാ. എന്താ അർത്ഥം? മുജറദായിട്ടുള്ളത് 19 ബിനാകളുണ്ട്. ആശറത്തു അബ്നിയത്തിൻ ലിസ്സുലാസി എന്ന് പറഞ്ഞാൽ അതിൽ 10 എണ്ണം സുലാസിയാണ്. അപ്പോൾ ഇവിടെ ഒന്ന് എഴുതാം. ഈ മുജറദായിട്ടുള്ളത് മാത്രം നമുക്ക് എഴുതാം. അബ്നിയത്തു അൽ അസ്മാ, അബ്നിയത്തുൽ അസ്മാ. അൽ മുജറദത്തു അതിലെത്ര? സുലാസി എത്ര എണ്ണമാണ്? സുലാസി 10 എണ്ണം ഉണ്ട്. ഒന്ന് വായിച്ചോ. ഫഅലുൻ അല്ലേ, ഇത് സുലാസി അല്ലേ, 3 അക്ഷരമല്ലേ, സുലാസിയാണ്, മുജറദല്ലേ. ഫഅലുൻ എന്ന് പറയുമ്പോൾ വേറെ എക്സ്ട്രാ അക്ഷരങ്ങളൊന്നുമില്ല. ഉദാഹരണം നിങ്ങൾ കിതാബിൽ നോക്കിക്കോ. ഫഹ്മുൻ. നിങ്ങൾ വേറെ കുറച്ച് ഉദാഹരണങ്ങൾ പറയും ഇതുപോലുള്ള ഇസ്മുകൾ. ഫഅലുൻ എന്നുള്ള രൂപത്തിലുള്ള ഇസ്മുകൾ. ഒന്ന് ഫഹ്മുൻ, നിങ്ങൾ കിതാബിലുണ്ട്. ഫഹ്മു എന്ന് പറഞ്ഞാൽ എന്താ? അണ്ടർസ്റ്റാൻഡിങ്. വേറെ ഒന്ന് ജഹ്ലുൻ, പിന്നെ സയ്യിദുൻ. വേറെ പറയും. മാഷാ അല്ലാഹ്, അല്ലാഹു ബാരിക്. എന്താ പറഞ്ഞത്? സമഉൻ.
സമഅൻ, കേൾവി. ബാറക്കല്ലാഹ്. രണ്ടാമത്തത്, അടുത്തത് ഫഅലുൻ. ഉദാഹരണം ഖമറുൻ. വേറെ കുറച്ച് ഉദാഹരണങ്ങൾ പറയും. എത്രത്തോളം ഉദാഹരണങ്ങൾ പറയുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാകും. മലക്കുൻ, നിങ്ങൾ എഴുതി വെച്ചാൽ മതി. മലക്കുൻ. വേറെ അസദുൻ. ഇതൊക്കെ ഒരേപോലുള്ള ഉദാഹരണങ്ങളാണ് നിങ്ങൾ പറയുന്നത്. ഇപ്പോൾ ജീവികളുടെ പേരായി. ഒന്ന് മാറ്റി പിടിക്കും, വേറൊരു ടൈപ്പ്. അബ്ദുള്ള പറഞ്ഞത് മാഷാ അല്ലാഹ് സമഅൻ എന്നുള്ളത് കുറച്ച് അബ്ദുള്ള അടക്കം ഇതിൽപ്പെട്ടു. അബ്ദുള്ള പെടാൻ പാടില്ലായിരുന്നു. ഫഹ്മുൻ എന്ന് പറയുന്ന പോലെ തന്നെയാണ് സമഅൻ. കാണാൻ പറ്റാത്ത സംഗതികളല്ലേ അത്. മൊത്തത്തിൽ വാക്കുകൾ നമ്മൾ നോക്കിയാൽ അറബിയിലാണെങ്കിലും ഏത് ഭാഷയിലാണെങ്കിലും മഅനവി ആയിട്ടുള്ള വാക്കുകളുണ്ടാവും, ഹിസ്സി ആയിട്ടുള്ള വാക്കുകളുണ്ടാവും. എന്താ അത് രണ്ടും തമ്മിൽ വ്യത്യാസം? ഹിസ്സി എന്ന് പറഞ്ഞാൽ സെൻസിബിൾ എന്നല്ല പറയാം, നമ്മളെ സെൻസ് കൊണ്ട് കാണുന്ന, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കിട്ടുന്ന സംഗതികൾ, കണ്ടിട്ടൊക്കെ മനസ്സിലാക്കുന്നത്. മഅനവി എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പോൾ ഫഹ്മുൻ എന്ന് പറഞ്ഞാൽ എടുത്ത് കാണിക്കാൻ പറ്റുമോ? ഫഹം എന്താന്ന്? ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് വേർഡ്സ് പഠിക്കാനുള്ള പുസ്തകങ്ങളിലൊക്കെ ഹിസ്സി ആയിട്ടുള്ള വാക്കുകളുണ്ടാവുക. ആപ്പിള്, എയ്റോപ്ലെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം അവർക്ക് പുസ്തകത്തിൽ ഫോട്ടോ കൊടുക്കാൻ ഇതേ ഉള്ളൂ. ഈ ഫോട്ടോ കൊടുക്കാൻ പറ്റാത്തതാണ് മാനവി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ പിന്നാലെ പോകരുത്. അതൊക്കെ ചെറിയ കുട്ടികളാണ് അങ്ങനത്തെ വാക്കുകൾ പറയേണ്ടത്. മാനവി ആയിട്ടുള്ള വാക്കുകൾ പഠിക്കണം. ഭാഷ പഠിക്കുമ്പോൾ ആദ്യം ഹിസ്സി ആയിട്ടുള്ള വാക്കുകളാണ് പഠിക്കുക. ഈ ഭാഷാ പണ്ഡിതന്മാരെ കുറേ തിയറികളുണ്ട്, ഫിലോസഫികളുണ്ട്. അവരൊരു തിയറി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഭാഷ എങ്ങനെയാണ് ഉണ്ടാക്കിയത്. നമ്മൾ വിശ്വസിക്കുന്നത് ഭാഷ ഇൽഹാമാണ്, അള്ളാഹ് മനുഷ്യന് അറിയിച്ചു കൊടുത്തത്. വല്ലമ ആദമ ലസ്മാക്കുല്ലഹ. പക്ഷേ എന്തായാലും അറബി അല്ലാത്ത ചില ഭാഷകളൊക്കെ മനുഷ്യൻ ഉണ്ടാക്കിയിരിക്കുമല്ലോ. അപ്പോൾ മനുഷ്യൻ ഭാഷ ഉണ്ടാക്കി എന്ന് പറയുന്നവർ അതിൻ്റെ ഒരു പ്രൊസീജിയർ പറയുന്നത് ആദ്യം ഹിസ്സി ആയിട്ടുള്ള വാക്കുകൾ മനുഷ്യന്മാരുണ്ടാക്കി. പിന്നെ സംസാരിക്കാൻ എന്തെങ്കിലും ഒരു മീഡിയം വേണമല്ലോ. അപ്പം ഓരോ വസ്തുക്കൾ കാണിച്ചു കൊടുത്തിട്ട് അവരോരോ ശബ്ദം ഉണ്ടാക്കും. അപ്പോൾ പിന്നെ ഇതിന് ഈ ശബ്ദം തന്നെ സ്ഥിരമായിട്ട് ഉണ്ടാക്കണം എന്ന് അവർ തീരുമാനിച്ചു. പിന്നെയാണ് മാനവിയായിട്ടുള്ള വാക്കുകൾ. ഇപ്പോൾ സ്നേഹം എന്ന് പറയണമെങ്കിൽ അതിനൊരു ശബ്ദം ഉണ്ടാവും. സ്നേഹം എന്ന് പറയുന്ന അറബിയിൽ ഹുബ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. അപ്പോൾ ഒരാൾ എന്ത് ചെയ്യും, ഒരു സാധനം എടുത്തിട്ട് ആദ്യം ആപ്പിൾ എന്നുള്ള വാക്ക് അവർ തീരുമാനിക്കും, ഇത് ആപ്പിളാണ് എന്ന് അവർ തീരുമാനിച്ചു. പിന്നെ ആപ്പിള് വേറെ എന്തൊക്കെ അവന് ഇഷ്ടമുണ്ടോ അതൊക്കെ കൂടി കാണിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം എനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ഇഷ്ടം എന്നുള്ള വാക്ക് ഉണ്ടാക്കും രണ്ടാമതായിട്ട്. ഇങ്ങനെയാണ് ആദ്യം ഹിസ്സിയായ വാക്കുകൾ, പിന്നെ മാനവിയായ വാക്കുകൾ. അപ്പോൾ ഭാഷ പഠിക്കുമ്പോൾ ഈ മാനവിയായ വാക്കുകൾ പഠിക്കാനാണ് നമ്മൾ കൂടുതൽ ശ്രമിക്കേണ്ടത്. മറ്റത് നമുക്ക് അവിടെ നിന്നും കിട്ടും. ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയാൽ കുറേ വാക്കുകൾ നമുക്ക് പഠിക്കാൻ പറ്റും, അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഇങ്ങനെയുള്ള വാക്കുകൾ നമുക്ക് അങ്ങനെ കിട്ടില്ല, മാനവിയായിട്ടുള്ള വാക്കുകൾ. അപ്പോൾ ഇത് ഈ ഖമറുൻ എന്ന പോലെയുള്ള മാനവിയായ കുറച്ച് വാക്കുകൾ പറയും. ഫഅലുൻ എന്നുള്ള രൂപത്തിലുള്ള. മലഉൻ. മലഉൻ മാനവിയല്ല, എന്നാലും നല്ല വാക്കാണ്. മലഉൻ എന്ന് പറഞ്ഞാൽ എന്താ? ജമാഅത്തുൻ, ഒരു സംഘം ആളുകൾ. ജമാഅത്ത് തന്നെ കുറച്ചൊരു ദർജ കൂടിയ ആളുകൾ, ഒരു സഭ എന്നൊക്കെ മലയാളത്തിൽ പറയും. മാന്യന്മാരായ കുറേ ആളുകൾ ഇരിക്കുന്നതിനാണ് മല എന്ന് പറയും. അമലുൻ. മാഷാ അല്ലാഹ്. അമൽ എന്ന് പറഞ്ഞാൽ എന്താ? പ്രതീക്ഷ, ആഗ്രഹം. ആഗ്രഹമല്ല, പ്രതീക്ഷ. ലക്ഷ്യം. ലക്ഷ്യം ഹദഫ്. അമലു എന്ന് പറഞ്ഞാൽ ലക്ഷ്യം നടക്കും എന്നുള്ള പ്രതീക്ഷ വരുമ്പോഴാണ് അമലായി മാറുക. അടുത്തത് മൂന്നാമത്തത് ഫഉലുൻ. ഉദാഹരണം അളുദുൻ. എന്താ അളുദ് പറഞ്ഞാൽ? അളുദുൻ എന്ന് പറഞ്ഞാൽ എന്താ? അളുദ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് എന്താ മലയാളത്തിൽ പറയാ? ഷോൾഡർ മലയാള? ഷോൾഡർ ഇതല്ലേ ശരിക്ക്? ഇതിനെന്താ വേറെ വാക്കുണ്ടല്ലോ, ബൈസപ്പോ, ട്രൈസപ്പ്. മലയാളമല്ല ഏതായാലും. നിങ്ങൾ ഷോൾഡർ മലയാളമാണെങ്കിൽ പിന്നെ അറബിയിൽ എല്ലാത്തിനും സൂക്ഷ്മമായ വാക്കുകളുണ്ട്. ഇതിനെന്താ പറയുക? ഈ മൂലക്ക് കത്തിഫൻ, അതിൻ്റെ താഴെ ഉള്ളതാണ് അളുദ്. ഈ ഭാഗത്താണ് അളുദ് എന്ന് പറയാം. അടുത്തത് ഇതേപോലുള്ള 2-3 ഉദാഹരണങ്ങൾ പറയും. നിങ്ങൾ മിണ്ടാതിരുന്നാലും അടുത്തത് വായിക്കും. പക്ഷേ നിങ്ങൾ എത്ര ഉദാഹരണങ്ങൾ പറയുന്നോ അതിൻ്റെ ഗുണം നിങ്ങൾക്കായിരിക്കും. റജുലുൻ. പിന്നെ യഖുലുൻ അതിലുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? യഖിലുൻ എന്നുള്ളതിൻ്റെ ജമ്മായിരിക്കും. അർത്ഥം അറിയുന്നത് പറയും, അർത്ഥം അറിയുന്ന ഉദാഹരണങ്ങൾ പറയും. വേറെ ഒന്നുമില്ല. ഇത് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഓർഡറിലായിരിക്കും. ഏറ്റവും കൂടുതലുള്ളത് ഫഅലുൻ എന്നുള്ളതായിരിക്കും, പിന്നെ ഫഅലുനായിരിക്കും. വേറെ സിമ്പിളായിട്ടുള്ള ഉദാഹരണമൊന്നുമില്ലേ?
കുറവാണ്. ബറദുൻ, ഇത് നോക്കി നിങ്ങൾ, ഫഉലുൻ എന്നാണ്. ശരി, അടുത്തത് നാലാമത് ഫഈലുൻ. ഉദാഹരണം കത്തിഫുൻ. കത്തിഫ് മനസ്സിലായില്ലേ? കബിദുൻ. എന്താ കബിദ്? കരൾ. കബിദിനൊരു പ്രത്യേകത ഉണ്ട്. ശരീരത്തിലെ അവയവങ്ങളിൽ മുന്നസായിട്ടുള്ള അവയവമാണ് കബിദ് എന്നുള്ളത്. അധിക അവയവങ്ങളും കബിദ് മുന്നസല്ലേ? മുന്നസാണ്. അധിക അവയവങ്ങളും എന്താണ്? അവയവങ്ങളുടെ കാര്യത്തിൽ ഒരു നിയമമുണ്ട്. എന്താ? 2 ഉള്ളതൊക്കെ മുന്നസായിരിക്കും, 1 മാത്രമുള്ളത് മുദക്കറായിരിക്കും. ആണുങ്ങളൊരു ദർജ കൂടുതലാണെന്ന് അതിന് മനസ്സിലാക്കാം. 1 മതി. അപ്പോൾ അൻഫുൻ മുദക്കറാണ്, ഐനുൻ മുന്നസാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതാണ് കബിദ്. കരളെത്തരണുണ്ട്. അപ്പോൾ എന്താ വരേണ്ടത്? ശരിക്ക് എന്താവേണ്ടത്? മുദക്കറാവേണ്ടതാണ്. പക്ഷെ കബിദുൻ മുന്നസാണ്. അടുത്തത് 5-മത്തെ ഫുഅലുൻ. ഐന് സുക്കൂന്. ഹുൽവുൻ, മുറുൻ അല്ലേ? ഈ മുറുൻ എന്നുള്ളത് ശരിയാണോ? ഫുഅലുൻ എന്നുള്ള എന്തുകൊണ്ടാ? മുറുൻ അല്ലേ ശരിക്ക്? എഴുത്തൊക്കെ പിന്നെ ഉണ്ടായതല്ലേ? ആദ്യകാലത്ത് സംസാരമല്ലേ ഉള്ളൂ അറബികൾക്കിടയിൽ. ജാഹിലിയ കാലത്ത് എഴുത്തറിയുന്ന ആകെ 10 ആളേ ഉള്ളൂ. പക്ഷേ ജാഹിലിയത്തിൻ്റെ മുമ്പൻ അറബി ഭാഷ ഉണ്ട്. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെയാണെന്നാണ് നോക്കുക. മുറുൻ എന്നാണ് പറയുന്നത്. ഹുൽവുൻ എന്ന് പറഞ്ഞ പോലെ തന്നെ. പക്ഷേ എഴുതുമ്പോൾ ഇങ്ങനെ ആയിപ്പോയി മാത്രം. പണ്ട് കാലത്ത് ഇങ്ങനെയായിരുന്നു എഴുതിയിരുന്നത്, മുറുൻ. പിന്നെ ഒരു ആളുകൾ മടിയന്മാരായപ്പോൾ ഇങ്ങോട്ട് മാറ്റിയതാണ്. അടുത്തത് ഹുബുൻ ഒക്കെ ഇതിൽപ്പെട്ട തന്നെ. അടുത്ത വസ്ന ഏതാ? 6-മത്തെ ഫുഅലുൻ. ഫുഅലുൻ. ഉദാഹരണം ഉമറു. അപ്പോൾ നമുക്കൊരു സംശയം തോന്നാം, നമ്മുടെ ഫുഅലുൻ എന്നാണ്, പക്ഷെ ഉമറൂൻ എന്നല്ല, ഉമറു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, അവസാനത്തെ അക്ഷരത്തെക്കുറിച്ച് സർഫിൽ കൂടുതൽ ചർച്ചയില്ല. അവസാനത്തെ അക്ഷരം എന്താവട്ടെ, കാരണം അത് നഹ്വിൻ്റെ ടോപ്പിക്കാണ്. അത് നമ്മൾ നഹ്വിൽ പഠിക്കും. ആദ്യത്തെ 2 അക്ഷരത്തിൻ്റെ ഹർക്കത്ത് നോക്കിയാൽ മതി. അവസാനത്തെ അക്ഷരത്തിൻ്റെ ഹർക്കത്ത് എന്താണെന്നുള്ളത് സർഫിലൊരു വിഷയമേ അല്ല. ഉമറു. ഉമറു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? ഒരു പേരാണ്, പക്ഷെ അതിന് അർത്ഥമുണ്ട്. ഞാൻ നോക്കിയപ്പോൾ കണ്ടത് ഉമറു എന്ന് പറഞ്ഞാൽ ആയുസ്. അപ്പോൾ ദീർഘായുസ് ഉണ്ടാവട്ടെ എന്നൊക്കെയുള്ള പ്രതീക്ഷയുള്ളൊരു വാക്കാണ് ഉമർ എന്നുള്ള വാക്ക്. അമറ എന്ന് പറഞ്ഞാൽ ദീർഘായുസ് നൽകി എന്നാണ്. അമറഹുല്ലാ, അള്ളാഹു അയാൾക്ക് ദീർഘായുസ് കൊടുത്തു. ദീർഘായുസ് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലിടുന്ന പേരാണ് ഉമർ എന്നുള്ളത്. അറബിയിലെ പേരുകളൊക്കെ അങ്ങനെയാണ്. നമ്മൾ പേരിൽ അർത്ഥമില്ല എന്ന് വിചാരിക്കുന്ന, ഇപ്പോൾ ജാഫർ, അതുപോലെ ജുബൈർ, എല്ലാത്തിനും അർത്ഥങ്ങളുണ്ട്. അത്ര സാധാരണ ഉപയോഗിക്കുന്ന അർത്ഥമായിരിക്കില്ല, പക്ഷെ എല്ലാത്തിനും ഒരു അർത്ഥം ഉണ്ടാവും. അടുത്തത് ഖുറത്തുൻ, ബോള്. അടുത്തത് 7-മത്തെ വസ്ന് ഫുഉലുൻ. ഉനുഖുൻ. ഉനുഫുൻ. ഉനുഫ് എന്ന് പറഞ്ഞാൽ എന്താ? അറൗദത്തുൽ ഉനുഫ്. ഭംഗിയുള്ളതായിരിക്കും അല്ലേ? അറൗദുൽ ഉനുഫ്. അനീഫ് എന്നുള്ളതിൻ്റെ ജമ്മാണ് ഉനുഫ്. അനീഫ് എന്ന് പറഞ്ഞാൽ അർത്ഥം നോക്കണം. എന്തായാലും സാധാരണ തോട്ടങ്ങളുടെ ഭംഗിക്ക് പറയുന്നൊരു സിഫത്താണ്. ഭംഗിയുള്ള തോട്ടം എന്ന് പറയുന്ന പോലെ അറബിയിൽ പറയുന്നൊരു പ്രയോഗമാണ് അറൗദുൽ ഉനുഫ്. ഉനുഖ് എന്ന് പറഞ്ഞാൽ കഴുത്ത്. അടുത്തത് 8-മത്തെ ഫിഅലുൻ. ഉദാഹരണം ഹിംലു എന്ന് പറഞ്ഞാൽ എന്താ? ലോഡ്. ഹിംലു എന്ന് പറഞ്ഞാൽ ലോഡ്. അതുപോലെ ഗർഭത്തിന് ഹിംലു എന്ന് ഉപയോഗിക്കും. റിജ്ലുൻ, സിഹ്റുൻ, റീഹുൻ. റീഹുൻ അതിൽ പെടോ? ഫിഅലുൻ എന്നുള്ളതിൽ പെടോ? പെടും. റീഹുൻ എന്നാണ് അത് പറയാനുള്ള സൗകര്യത്തിന് റീഹ് എന്ന് പറയുന്നത്. അടുത്ത 9-മത്തെ ഫിഅലുൻ. ഉദാഹരണം ഐനബുൻ. വേറെ? അപ്പോൾ ഉദാഹരണങ്ങൾ കുറവെന്ന് മനസ്സിലാക്കാം. ഖിത്താഉൻ. ഖിത്താഉൻ എന്ന് പറഞ്ഞാൽ എന്താ? ഖിത്അത്തു എന്നുള്ളതിൻ്റെ പ്ലൂറലാണ്, ജമാണ്. പീസുകൾ. ഖിത്അത്തു എന്ന ഒരു പീസ്, കഷ്ണം. 10 ഫീഇലുൻ. എന്താ ഉദാഹരണം? അൽഹംദുലില്ലാ, ഒന്നും കിട്ടിയല്ല. ഇബിലു എന്ന് പറഞ്ഞാൽ എന്താ? ഒട്ടകം.
ഒട്ടകങ്ങൾ, അതൊരു കൂട്ടം ഒട്ടകത്തിനാണ് ഇബിലുൻ എന്ന് പറയുക. ഒറ്റ ഒട്ടകത്തിന് ഇബിലുൻ എന്ന് പറയുക. ഒറ്റ ഒട്ടകമാണ് ജമലുൻ, നാക്കത്തുൻ, ഷിബ്ലുൻ എന്നാണ് സുക്കൂൻ. അപ്പോൾ ഇത്രയാണ് ഈ 10 വസ്നാണ് സുലാസി മുജറദ് ആയിട്ടുള്ള ഇസ്മ. അൽ അസ്മാഉ അസുലാസിയത്തുൽ മുജറദ എന്ന് പറയുന്നത് ഈ 10 വസ്നുകളായിരിക്കും. ഇത് നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും. കുറച്ച് ബുദ്ധി കൂടുതലുള്ള ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതെന്താണ്? 3 അക്ഷരമുള്ള ഈ ഫേലുകൾ, ഇസ്മുകൾ നമ്മൾ ബുദ്ധിപരമായിട്ട് ആലോചിച്ച് നോക്കിയാൽ എത്ര എണ്ണം നമുക്ക് പറ്റും, എത്ര പോസിബിൾ ആയിട്ടുള്ള ഓർഡർ ഉണ്ട് ഒന്ന് നോക്കാം. 3 അക്ഷരം അല്ലേ? നമ്മൾ പറഞ്ഞു ലാസ്റ്റത്തെ അക്ഷരം നമ്മൾ നോക്കുന്നില്ല, അതിൻ്റെ ഹർക്കത്ത് എന്താണെന്നുള്ളത് സർഫിൽ ഒരു വിഷയമല്ല. അപ്പോൾ 2 അക്ഷരങ്ങളാണ് മാറുന്നത്. ഇപ്പോൾ ഇതിലൊക്കെ നോക്കുക, അവസാനമൊക്കെ ലുൻ 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 ലുൻ, അപ്പോൾ അതിൽ കാര്യമില്ല. അപ്പോൾ ഫ ഐൻ ഇത് രണ്ടുമാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഫാക്ക് എന്ത് 3 ഹർക്കത്തുകൾ വരാം അല്ലേ? ഫ ഫി ഫു കണ്ടോ? ഫ വന്നിട്ടുണ്ട്, ഫി വന്നിട്ടുണ്ട്, ഫു വന്നിട്ടുണ്ട്. ഐന് ഫാക്ക് സുക്കൂന് വരുമോ? ഫ് എന്ന് വരുമോ? വരില്ല, കാരണം ബുദ്ധിമുട്ടല്ലേ ഫ് എന്നിട്ട് തുടങ്ങാൻ. ഐനിന് 4 പോസിബിലിറ്റീസ് ഉണ്ട്. ഫത്തുഹും കസറും ലമ്മയും സുക്കൂനും വരാം. അപ്പോൾ മൊത്തം എത്ര ചാൻസ് ഉണ്ട്? 12. 12 എണ്ണത്തിൽ എത്ര എണ്ണം അവിടെ ഉള്ളൂ? 10 എണ്ണം ഉള്ളൂ. 2 എണ്ണം ഇല്ല. അതേതൊക്കെ ഇല്ലാത്തത്? അല്ല, ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും ഈ 10 എണ്ണമൊക്കെ എങ്ങനെയാണ് ഓർത്ത് വെക്കാൻ പറ്റുമോ? ഓർത്ത് വെക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ഈ കാര്യം ആലോചിച്ചാൽ മതി. എന്തൊക്കെ പോസിബിളാണോ അതൊക്കെ എഴുതി വെക്കുക. എന്നിട്ട് 2 എണ്ണം അതിൽ നിന്ന് ഒഴിവാണെന്ന് വിചാരിച്ചത്. ഏതൊക്കെയാണ് ഇത് 2 എണ്ണം? ഫു ഐ ലുൻ ഇല്ല, ഫി ഉ ലുൻ ഇല്ല, ഫി ഉലുൻ ഇല്ല, ഫു ഐ ലുൻ ഇല്ല. അങ്ങനെ ലൊമ്മയും കസ്റയും നമുക്ക് 3 ഹർക്കത്തുള്ളത്, ഫത്ത് കസ്റ ലൊമ്മ. ഇതിൽ പറയാൻ ഏറ്റവും എളുപ്പമുള്ളത് ഏതാ? നിങ്ങൾക്ക് ആ എന്ന് പറയാൻ എളുപ്പം, അത് ഈ എന്ന് പറയാൻ എളുപ്പം, ഊ എന്ന് പറയാൻ എളുപ്പം? ആ എന്നാണ് അല്ലേ? ആ എന്ന് പറയാൻ എളുപ്പം. പിന്നെ ഈ ഊ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ എത്ര ചെറിയ പ്രയാസമാണെങ്കിലും അതൊക്കെ അറബി ഭാഷ പരിഗണിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും അവർക്കറിയാം. അപ്പോൾ രണ്ടും ബുദ്ധിമുട്ടുള്ളതാണ്, കസ്റും ലൊമ്മും. പോരാത്തതിന് ഇത് രണ്ടും അടുത്തടുത്ത് വരും കൂടിയാണെങ്കിലോ ബുദ്ധിമുട്ട് കൂടി. അപ്പോൾ ആ 2 കേസ് ഒഴിവാക്കി. ഫി ഉലുൻ ഇല്ല, ഫു ഈലുൻ ഇല്ല. അസ്മാകളുടെ കൂട്ടത്തിൽ, ഇസ്മിൻ്റെ കൂട്ടത്തിൽ ഈ 2 വസ്നികളില്ല. അപ്പോൾ ക്ലിയർ അല്ലേ ഈ 10 എണ്ണം? ഇനി മുജറദായിട്ടുള്ള റുബായി അല്ലെങ്കിൽ റുബായി ആയിട്ടുള്ള മുജറദ്. റുബായി ഏതൊക്കെയാണ്? 5 എണ്ണം ഉള്ളത്. ഇത് 10, ഇനിയുള്ള 5 എണ്ണം. ഫഅലലുൻ, ഉദാഹരണം ജഅഫർ. എന്താ ജഅഫർ എന്ന് പറഞ്ഞാൽ? ജഅഫർ എന്നാൽ അന്നഹർ, പുഴ എന്നുള്ള അർത്ഥമുണ്ട്. അതുപോലെ നല്ല പാലുള്ള ഒട്ടകം എന്നുള്ള അർത്ഥമുണ്ട്. അതൊക്കെ. അടുത്തത് ഫുലുലുൻ, ഫുൽഫുലുൻ. എന്താ ഫുൽഫുൽ എന്ന് പറഞ്ഞാൽ? മുളക്. അടുത്തത് ഫിഅലിലുൻ, സിബ്രിജുൻ. എന്താ പറഞ്ഞാൽ? സിബ്രിജ് എന്ന് പറഞ്ഞാൽ സീന, അൽ ഹുലി, ആഭരണം എന്നൊക്കെ അർത്ഥം. സിബ്രിജുൻ. 4-മത്തത് ഫിഅലലുൻ, ദിർഹമുൻ. അടുത്തത് ഫിഅൽ. എങ്ങനെ എഴുതിയത്? ശദ്ദിട്ടാ? ഫിഅല്ലുൻ. ഉദാഹരണം ഹിസബ്റുൻ. അല്ല, ഇത് ഫിഅല്ലുൻ എന്ന് പറഞ്ഞ പോലെ തന്നെ ഹിസബ്റുൻ എന്നുള്ളത് നമ്മൾ പറഞ്ഞില്ലേ. ലാമ് ഷദ് ഉള്ളത് യഥാർത്ഥത്തിൽ എന്താണ്? ഒരു സുക്കൂനും പിന്നെ ഒരു എക്സ്ട്രാ ലാമും കൂടെയാണ്. ഫി അ ലുൻ എന്നാണ്. അപ്പോൾ ഹിസബ്റുൻ. ഹിസബ്റുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അസദ്, സിംഹം. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കുക. ഈ പറഞ്ഞ വാക്കുകൾ നമുക്ക് പരിചയമുള്ളത് വളരെ കുറവല്ലേ? ഒരു ദിർഹം മാത്രമേ ഉണ്ടാവും. അപ്പോൾ റുബായി ആയിട്ടുള്ള ഇസ്മുകളെക്കാളും എത്രയോ നമ്മൾ ഉപയോഗിക്കുക സുലാസിയായിരിക്കും. പരിചയമില്ലാത്ത വാക്കുകൾ കണ്ടാൽ ആശ്വസിക്കുകയാണ് വേണ്ടത്. കാരണം ഇത് കുറവായിരിക്കും എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇത് 2-3 ഉദാഹരണങ്ങളേ ഉള്ളൂ. അതങ്ങ് പഠിച്ചാൽ ഇത് കഴിഞ്ഞു എന്നർത്ഥം. സുലാസിയാണ് പ്രശ്നം. അതിലൊരുപാട് ആയിരക്കണക്കിന് ഉദാഹരണങ്ങളുണ്ടാവും. മനസ്സിലായോ? അടുത്തത്
ഫിഅലിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞത് മുജറദ് ഇവിടെ ഫിഅലായിരുന്നെങ്കിൽ മുജറദിൻ്റെ താഴെ സുലാസി റുബായി മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇസ്മിൽ ഖുമാസി കൂടി ഉണ്ട്. ഖുമാസി 4 ഒന്ന് എങ്ങനെ എഴുതിയത്? ഫഅല്ലലുൻ, സഫർജലുൻ. സഫർജൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ പഴയ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു, ഇപ്പോൾ എവിടെയും കാണാറില്ല. ഫ്രൂട്ട്. അതന്നെ സഫർജൽ, അറബിയാണ്. അടുത്തത് ഫഅലലിലുൻ, അങ്ങനല്ലേ? ഫഅലലിലുൻ. ഉദാഹരണം ജഹ്മരിഷ്. ജഹ്മരിഷ് എന്ന് പറഞ്ഞാൽ അൽ അജൂസുൽ കബീറ, വയസ്സായ സ്ത്രീ, വൃദ്ധയായ സ്ത്രീ. അപ്പോൾ അതിനൊക്കെ ഇഷ്ടംപോലെ അറബിയിൽ വാക്കുകളുണ്ട്. അജൂസ് ഉണ്ട്. അപ്പോൾ അജൂസാണ് ഉപയോഗിക്കുക. ജഹ്മരിഷ് എന്നുള്ള വാക്ക് ഇൻഷാ അല്ലാഹ് നിങ്ങളാരും ജീവിതത്തിൽ ഒരിക്കലും എവിടെയും ഉപയോഗിക്കില്ല, കേൾക്കില്ല. അപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. അടുത്തത് ഫുഅല്ലിലുൻ. എങ്ങനെയാണ്? ശബ്ദല്ലേ? ഉദാഹരണം ഹുസഅബിലുൻ. എന്താ അർത്ഥം? സാധാരണ ഇങ്ങനെ പറയും. ഇപ്പോൾ ഈ കെട്ടുകഥകൾ, നമ്മളെ കറാമത്ത് കഥകളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ അറബിയിൽ ഹുസഅബലാത്ത് എന്നാണ് പറയുക. എൻ്റെ ശരിക്കുള്ള പ്രൊണൗൺസിയേഷൻ ഹുസഅബിലാത്താണ്. ഹുസഅബലാത്ത് എന്നാണ് സാധാരണ ആൾക്കാർ പറയല്. അതാണ് ഹുസഅബിൽ എന്ന് പറയുന്നത്. എന്താണത്? ഇപ്പോൾ സാധാരണ പറഞ്ഞു കേൾക്കുന്ന കറാമത്ത് കഥകൾ, അങ്ങനെയുള്ള കഥകൾക്കാണ് ഹുസഅബിൽ എന്ന് പറയുക. ഒരടിസ്ഥാനമില്ലാത്ത ആളുകൾക്ക് ചിരി വരുന്ന സംഗതികൾ. അതിനേക്കാളും നല്ലൊരു ഡെഫിനിഷൻ ഇല്ല ഈ വാക്കിന്, ഹുസഅബിലിന്. അടുത്തത് ഫിഅലല്ലുൻ. ഖിർതഅബുൻ. ഖിർതഅബുൻ എന്ന് പറഞ്ഞാൽ ശരിക്ക് പിന്നെ ഒരു ചെറിയ തുണിക്കഷണം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ അത് ഉപയോഗിക്കാറുള്ളത് ഒരാളുടെ കയ്യിൽ ഒന്നുമില്ല, മിസ്കീൻ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ലൈസ ഇൻദഹു ഖിർതഅബ്, അവൻ്റെ അടുത്ത് ഒന്നുമില്ല. അതും ഉപയോഗത്തിൽ വളരെ കുറവായിട്ടുള്ളൊരു വാക്കാണ്, ഒരു വസനാണ്. കഴിഞ്ഞില്ലേ? അപ്പോൾ ഇത്രയാണ് മുജറദായിട്ടുള്ള അസ്മാകൾ. 19 ആയില്ലേ? 10 സുലാസി, 5 റുബായി, 4 ഹുമാസി. ഇനി മസീദുകൾ. മസീദിൻ്റെ വസനുകൾ ഒരുപാടുണ്ട്. നമ്മൾ പറഞ്ഞു 300 എന്നും 1000 എന്നൊക്കെ അഭിപ്രായങ്ങളുണ്ട്. അതുകൊണ്ട് അത് വായിക്കുന്നില്ല. പക്ഷെ അതിനെക്കുറിച്ചുള്ള ചില കായികകളുണ്ട്, അതായത് ചില പൊതു നിയമങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു മാക്സിമം എത്ര ഹർഫ് ഉണ്ടാവും ഒരു ഇസ്മിൽ? 7 അല്ലേ? അപ്പോൾ 7ൽ കൂടുതൽ ഉണ്ടെങ്കിൽ മനസ്സിലാക്കാത്ത തെറ്റാണ്. അങ്ങനെയുള്ള ചില പൊതു നിയമങ്ങളുണ്ട്, മസീദിനെ ബാധിക്കുന്ന പൊതു നിയമങ്ങൾ. അത് വായിക്കാം. വായിച്ചു. 4 കിസ്മാക്കി തിരിക്കാൻ പറ്റും ഈ മസീദിനെ മൊത്തം. കുറേ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു, 300 1000 ഉണ്ട്. പക്ഷെ അതിനെ 4 കിസ്മുകളായി വേർതിരിക്കാം. ഒന്നാമത്തേത് അൽ മസീദ് ബി ഹർഫ്, ഒരു ഹർഫ് പുറത്തുനിന്ന് വന്നിട്ടുള്ള ഇസ്മുകൾ. അതെവിടെ ആയിരിക്കും? അത് സുലാസിയുടെ കൂടെയും വരാം, റുബായിയുടെ കൂടെയും വരാം, ഹുമാസിൻ്റെ കൂടെയും വരാം. കാരണം 7 അക്ഷരം വരെ നമുക്ക് പെർമിറ്റഡ് ആണ്. അപ്പം സുലാസിൻ്റെ കൂടെ ഒരു അക്ഷരം എക്സ്ട്രാ വന്നാൽ 4 അക്ഷരമാവും, റുബായിൻ്റെ കൂടെ വന്നാൽ 5 ആവും, ഹുമാസിൻ്റെ കൂടെ വന്നാൽ 6 ആവും. അപ്പോൾ അൽ മസീദ് ബി ഹർഫ് അങ്ങനെയുള്ള ഇസ്മുകളുണ്ടാവും. ഉദാഹരണം നിങ്ങൾ കുറച്ച് ഉദാഹരണങ്ങൾ പറയും. കാത്തിബുൻ. ഇപ്പോൾ കാത്തിബുൻ എന്നുള്ള ഇസ്മ, അത് ആ അലിഫ് പുറത്തുനിന്ന് വന്നിട്ടുള്ളതാണ്. ആലിമുൻ, അതൊക്കെ സുലാസിൻ്റെ കൂടെ ഒരു ഹർഫ് വന്നിട്ടുള്ളതാണ്. ഇനി റുബായിൻ്റെ കൂടെ വന്നിട്ടുള്ളത് ഉദാഹരണം പറഞ്ഞാൽ സിൽസാലുൻ അല്ലേ? സിൽസാലുൻ എന്നുള്ളതിൽ 4 അക്ഷരം അസ്ലിയാണ്. സിൽസാൽ എത്ര അക്ഷരമുണ്ട്? സ, ലാമ്, സ, അലിഫ്, ലാമ്, 5 അക്ഷരമുണ്ട്. അതിൽ ജൽജല എന്നുള്ള 4 അക്ഷരം അസ്ലിയാണ്, ഒരക്ഷരം പുറത്തുനിന്ന് വന്നിട്ടുള്ളതാണ്. അപ്പോൾ റുബായിൻ്റെ കൂടെ ഒരക്ഷരം എക്സ്ട്രാ വന്നതാണ്. ഹംറാസോ? ഹംറാസ് പേർഷ്യൻ അതുണ്ട്. ഖിൻസീർ അസ്ലിയാണോ അറിയില്ല, ചിലപ്പോൾ എല്ലാം അസ്ലിയായിരിക്കും. ഖിൻസീർ 5ഉം ചിലപ്പോൾ ഹുമാസി മുജറദായിരിക്കും. ഇതിലേതാണെന്നാ? ആ വസനില്ലല്ലോ എന്നല്ലേ അതിൽ? അപ്പോൾ അസ്ലി ആയിരിക്കില്ല, മസീദായിരിക്കും.
മസീദിലുണ്ട്, ഫിഅലിയിലുണ്ട്. ഹ നൂൻ ജാ റ എന്നുള്ള അസിലുണ്ടാവും, വേറെ ഏതെങ്കിലും വാക്കുണ്ടാവും. അടുത്തത് സൽസബീൽ. സൽസബീൽ എന്നുള്ളതിൽ ഏതാണ് മസീദായിട്ടുള്ള അക്ഷരം? സബീൽ എന്നുള്ളതാണ് അസ്ല്. എന്തായാലും സൽസബീൽ എന്നുള്ള വാക്ക് എത്ര അക്ഷരമുണ്ട്? സീന്, ലാം, സീന്, ബ, യ, ലാം, 6 അക്ഷരം അല്ലേ? യാ ആണ്. അപ്പോൾ അതിൽ ആ യാ ഒഴിച്ചുള്ള ബാക്കി അക്ഷരങ്ങൾ അതാണ് അസ്ലി, യാ മസീദാണ്. അതൊക്കെ എങ്ങനെ വായിച്ച് പഠിക്കല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല. അടുത്തത് 2 അക്ഷരം കൊണ്ട് 2 അക്ഷരം മസീദായി വന്നിട്ടുള്ള ഇസ്മുകൾ ഉണ്ടാവും. അത് ഏതിലൊക്കെ വരാം? ഇതിൽ 3ലും വരാം. കാരണം 7 വരെ പറ്റുമല്ലോ. ഇനി 3 അക്ഷരമാണെങ്കിലോ? ഇതിന് ഉദാഹരണങ്ങളുണ്ടോ? ബിഹർഫൈനി, സുലാസിയും ഹുമാസി ഇല്ല. ഹുമാസി ഇല്ല. ഹുമാസി പോസിബിളാണ്, പക്ഷെ ഉണ്ടായിരിക്കില്ല. ഓക്കെ. മക്തൂബുൻ. മക്തൂബുൻ എന്നുള്ളത് ഏതിൻ്റെ കൂടെയാണ് 2 അക്ഷരം വന്നിട്ടുള്ളത്? സുലാസിൻ്റെ കൂടെയാണ്, കത്തബൻ്റെ കൂടെ. അടുത്തത് മുത്തസൽസിലുൻ. ജൽസലൻ്റെ കൂടെ 2 അക്ഷരം വന്നു, മീമും തായും വന്നു. ജഅഫറാൻ, അലിഫുൻ നൂനും വന്നു. അടുത്തത് 3 അക്ഷരം വരുന്നത് സുലാസിൻ്റെ കൂടെ വരാം, റുബായിൻ്റെ കൂടെ വരാം. ഹുമാസിൻ്റെ കൂടെ 3 അക്ഷരം വരുമോ? ഒരിക്കലും വരില്ല, കാരണം 8 അക്ഷരം 8 ഇല്ല. പക്ഷേ അങ്ങനെയുള്ള ഒരു ഇസ്മുണ്ട്, ഒരൊറ്റ ഇസ്മ് അറബിയിൽ 8 അക്ഷരമുള്ള. അതിൻ്റെ പേരാണ് ആ ഇസ്മ്. ഇതൊരു എന്താ പറയുക, അത്ഭുതകരമായൊരു വാക്കാണ്. അത് സർഫിൻ്റെ പണ്ഡിതന്മാരെ ആകെ ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുള്ളൊരു ഇസ്മുണ്ട്. ഖറഅബലാന. ഖറഅബലാന എന്ന് പറഞ്ഞാൽ എത്ര അക്ഷരം ഉണ്ട് നോക്ക്? ഖാഫ്, റ, ഐന്, ബാ, ലാം, അലിഫ്, നൂന്, ത ലാസ്റ്റ്. ഖറഅബലാന. പേര് വലുതാണ്, 8 അക്ഷരമുണ്ട്. സാധനം ചെറിയൊരു ജീവിയാണ്, ഒരു പ്രാണിയാണ്. അതിൻ്റെ മലയാളം വാക്കെന്താണെന്നറിയില്ല, കാണാൻ പറ്റാത്ത അത്ര ചെറിയൊരു ജീവിയാണ്. അപ്പോൾ ഈ വാക്ക് വളരെ അത്ഭുതകരമായൊരു വാക്കാണ്, കാരണം അറബിയിൽ അങ്ങനെ ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഈ ഒരൊറ്റ വാക്ക് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു പണ്ഡിതൻ മക്കത്തുള്ള അബ്ദുൽ അസീസ് ഹർബി എന്ന് പറയുന്നൊരു ലുഗവിയായിട്ടുള്ള ആളുണ്ട്. അദ്ദേഹം ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്, അൽ ഖറഅബലാന എന്ന കിതാബിൻ്റെ പേര്. സർഫിലുള്ള കിതാബാണ്. ആ പേരിടാൻ കാരണം സർഫിൻ്റെ മുന്നിലൊരു വെല്ലുവിളിയായ വാക്കാണ്. അതിൻ്റെ ഒരു ബഹുമാന പുരസ്സരം കിതാബിന് പേര് ഇട്ടിട്ടുണ്ട്. ശരി. അപ്പോൾ മസീദു ബി സലാസി അഹ്റൂഫ്. ഉദാഹരണങ്ങൾ: മുസ്തക്തിബുൻ. മുസ്തക്തിബ് എന്ന് പറഞ്ഞാൽ ഇസ്തക്തബ എന്നുള്ളതിൻ്റെ ഇസ്മുൽ ഫായിലാണ്. അതൊക്കെ എന്താണെന്നുള്ളത്, ഇസ്മുൽ ഫായിൽ എന്താണെന്നുള്ളത് നമ്മൾ പിന്നീട് പഠിക്കും. ഇസ്തക്തബ എന്ന് പറഞ്ഞാൽ കത്തബ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. കത്തബയിൽ നിന്ന് ഉണ്ടായി വന്നതാണെന്ന് മനസ്സിലാക്കിയാൽ മതി ഇപ്പോൾ തൽക്കാലം. മുസ്തഫ്തിഹുൻ, കറക്റ്റ്. യത്മിഇനാനുൻ. യത്മിഇനാൻ എന്നുള്ളത് സൽസല എന്നുള്ള അതേപോലെ ഫഅലല വസ്നിൽപ്പെട്ട ഒരു ഫിഅലാണ് ത്വംഅന. ആ ത്വംഅനയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ് യത്മിഇനാൻ. അൽ മസീദ് ബി അർബഅത്തി അഹ്റുഫ്. 4 അക്ഷരങ്ങൾ പുറത്തുനിന്ന് വന്നിട്ടുള്ളതാണ്. അത് സുലാസിൻ്റെ കൂടെ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ റുബായിൻ്റെ കൂടെ 4 കൂടി വന്നു കഴിഞ്ഞാൽ 8 ആവും. ഇത് പറ്റൂല, 7 അക്ഷരം വരെ പറ്റുള്ളൂ. ഖറഅബലാന അവിടെ നമ്മൾ തൽക്കാലം മാറ്റി നിർത്തിയാൽ ബാക്കി അറബിയിൽ 7 അക്ഷരമേ ഉള്ളൂ മാക്സിമം ഇസ്മിന്. അപ്പോൾ സുലാസിൻ്റെ കൂടെ മാത്രമേ പുറത്തുനിന്ന് 4 അക്ഷരത്തിന് വരാൻ പറ്റുള്ളൂ. ഉദാഹരണങ്ങൾ: ഇസ്തിഖ്റാജുൻ. ഖറജ എന്നുള്ള സുലാസിയായ ഫിഅലിൻ്റെ കൂടെ ആണ് വന്നിട്ടുള്ളത് 4 അക്ഷരങ്ങൾ. ഇസ്തിഖ്റാജുൻ. ഫസ്റ്റ് അക്ഷരം എന്താ? കാഫോ. കുതുബ് ദുബാനുൻ. വലിയ കളവായിരിക്കും അല്ലേ? കസീറുൽ കദിബ്. കഴിഞ്ഞോ? ഇനി കുറച്ച് ഖുലാസ എന്ന് പറഞ്ഞിട്ട് 2-3. ഇപ്പോൾ അത്രയും പറഞ്ഞതിൻ്റെ ഖുലാസ ചുരുക്കി പറഞ്ഞാൽ, അതായത് മസീദിനെ കുറിച്ച് കുറേ നമുക്ക് പറയാം, കുറേ ഉദാഹരണങ്ങളും കുറേ വാക്കുകളും ഉണ്ട്. പക്ഷെ ചുരുക്കി പറഞ്ഞാൽ കുറച്ച് കായികകൾ പറയുന്നുണ്ട്. ഒന്ന്, അഖല്ല ഫിഅല ഇസ്മ. മൊത്തം ഖുലാസയാണല്ലേ? ഓക്കെ, വായിച്ചോ, മൊത്തം വായിച്ചോ. നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞതിൻ്റെ ഖുലാസയാണ്. അതായത് അബ്നിയത്തുൽ അഫ്ആലും അബ്നിയത്തുൽ അസ്മാവും പറഞ്ഞല്ലോ നമ്മൾ, അതിൻ്റെ ഒരു ചുരുക്കം. ഫിഅൽ മുജറദ്, അതായത്
പുറത്തുനിന്ന് അക്ഷരങ്ങളൊന്നും വരാത്ത അസ്ലിയായ അക്ഷരങ്ങൾ മാത്രമുള്ള ഫേലുകൾ, അതിന് ഏറ്റവും കുറഞ്ഞ എത്ര അക്ഷരം ഉണ്ടാവും? 3 അക്ഷരം. 3 അക്ഷരത്തിൽ കുറഞ്ഞൊരു ഫേലില്ല. അടുത്തത് അക്സറുഹു അർബഅത്ത് അഹ്റഫ്. ഫേലു മുജറദ് അക്സറുഹു അർബഅത്ത് അഹ്റഫ്. അധിക ഫേലുകൾ റുബായിയാണ്. അഖല്ലുൽ ഫേൽ മുജറദ് 3 അഹ്റഫ്. അക്സറുഹു എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത് റുബായി എന്നല്ല, ഏറ്റവും മാക്സിമം എത്ര അക്ഷരങ്ങൾ വരാം? റുബായി 4 അക്ഷരം. മുജറദായിട്ടുള്ള അത് അസ്ലിയായ അക്ഷരങ്ങൾ മാത്രമുള്ള ഫേലുകൾ ഒന്നുകിൽ 3 അക്ഷരം അല്ലെങ്കിൽ 4 അക്ഷരം. അപ്പോൾ കുറഞ്ഞത് 3, കൂടിയത് 4. പക്ഷേ ഏറ്റവും കൂടുതൽ ഉള്ളത് ഏതാണ്? സുലാസിയാണ്. മസീദായിട്ടുള്ള ഫേലുകൾ, അതായത് ഒരാളെങ്കിലും പുറത്തുനിന്ന് വന്ന അക്ഷരമായിരിക്കണം. അങ്ങനെയുള്ള ഫേലുകൾ ഏറ്റവും കുറഞ്ഞ എത്ര അക്ഷരം ഉണ്ടാവും? 4 അക്ഷരം. മാക്സിമം 6. അത് മാക്സിമം ഏറ്റവും നീണ്ട ഫേൽ എത്ര അക്ഷരം ഉണ്ടാവും? 6 അക്ഷരം ഉണ്ടാവും. ഇസ്മാണെങ്കിലോ ഏറ്റവും കുറഞ്ഞ എത്ര അക്ഷരം ഉണ്ടാവും? 3, ഫേലിൻ്റെ പോലെ തന്നെ. പിന്നെ മാക്സിമം 5, ഹുമാസി. ഒരക്ഷരം എക്സ്ട്രാ വന്നിട്ടുള്ള, പുറത്തുനിന്ന് അക്ഷരം വന്നിട്ടുള്ള ഇസ്മുകൾ ഏറ്റവും കുറഞ്ഞ എത്ര ഉണ്ടാവും? 4, മാക്സിമം 7. കഴിഞ്ഞോ? അപ്പോൾ എത്രയാണ് അബിനിയത്തുൽ അസ്മാവും അബിനിയത്തുൽ അഫാലും കഴിഞ്ഞതോടുകൂടി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, സമയമുണ്ടോ? ഇനി നമുക്ക് പഠിക്കേണ്ട സംഗതി എന്താണ്? മീസാൻ അല്ലേ? മീസാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊന്ന് മായ്ച്ചു തരാം ആരെങ്കിലും. ഇതുണ്ട്, ഏതാ നല്ലത്? അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് മീസാനാണ്. മീസാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മീസാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു സർഫിൻ്റെ ഒരു ഭാഷ ഉണ്ട്. നമ്മളിപ്പോൾ കണ്ടു അത്. നമ്മൾ ഈ സംഗതികളൊക്കെ പറയുമ്പോൾ ഇപ്പോൾ മുജറദായ ഇസ്മിന് 19 അബിനിയത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നത് എന്താ? ഫഅല, ഫഅലുൻ, ഫിഅലുൻ, ഫുഅലുൻ എന്നൊക്കെയാണ്. നമ്മൾ ഫ ഐൻ ലാം ഈ 3 അക്ഷരത്തിൻ്റെ കോമ്പിനേഷനിലൂടെയാണ് ഇതൊക്കെ പറയുന്നത് അല്ലേ? അതെന്തുകൊണ്ടാണ്? കാരണം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സർഫിൻ്റെ നിയമങ്ങളൊക്കെ നമ്മൾ സർഫിൻ്റെ ഒരു കിതാബ് എടുത്ത് നോക്കിയാൽ അതിൽ പറയാം എന്താ? അതിൽ പറയാം ഫഅല എന്നുള്ള ഫേലിൻ്റെ ഇസ്മുൽ ഫാഇൽ ഫാഇലുൻ എന്നായിരിക്കും. എന്നാൽ അഫ്അല എന്നുള്ള ഫേലിൻ്റെ ഇസ്മുൽ ഫാഇൽ മുഫ്ഇലുൻ എന്നായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സർഫിൻ്റെ കിതാബിൽ കാണുക. അപ്പോൾ നമ്മളെ കയ്യിലിരിക്കുന്ന ഫിഅൽ ഇത് അഫ്അലയാണോ ഫഅലയാണോ 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 എന്നറിയണ്ടേ? എന്നാലല്ലേ സർഫിൻ്റെ നിയമങ്ങൾ നമുക്കിതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി നമ്മളെ കയ്യിലുള്ള പദങ്ങളെ, ഇസ്മാണെങ്കിലും ഫേലാണെങ്കിലും, അതിനെ നമ്മൾ സർഫിൻ്റെ ടേംസിലേക്ക് മാറ്റുന്നു. അങ്ങനെ മാറ്റിയെടുക്കുന്ന ആ സർഫിൻ്റെ ടേംസിനാണ് മീസാൻ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഈ മീസാൻ എന്ന് പറഞ്ഞാൽ അറബിയിൽ എന്താ ഭാഷയിൽ? തുലാസ്, ബാലൻസ് എന്തിനാ ഉപയോഗിക്കുക? അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരാൾ നമുക്ക് സ്വർണം കൊണ്ടുവന്ന് തന്നു, കുറച്ച് സ്വർണം. അപ്പോൾ നമ്മളത് തൂക്കി നോക്കി. ഒരാൾ മഹർ കൊടുത്തു, ഒരു പവൻ. അപ്പോൾ അത് നമ്മുടെ നാട്ടിലൊന്നും മഹറിന് വാല്യൂ ഇല്ലാത്തതുകൊണ്ടാണ്. മഹറിന് വാല്യൂ ഉള്ള സ്ഥലത്ത് അവർ കറക്റ്റ് തൂക്കി നോക്കും. എന്തിനാണ് തൂക്കി നോക്കുന്നത്? ഇത് കൂടുതലാണോ കുറവാണോ എന്നറിയാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നമ്മളെ മുമ്പിൽ ഇരിക്കുന്ന പദത്തിൽ മസീദ് ഉണ്ടോ അതോ എല്ലാം അസ്ലിയാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് തൂക്കുന്നത്. അതിനാണ് മീസാൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഏതൊക്കെ ഹർഫുകൾ അസ്ലിയായ ഹർഫുകളുണ്ട്, ഏതൊക്കെ അക്ഷരങ്ങൾ പുറത്തുനിന്ന് വന്നവരുണ്ട്, ഇതൊക്കെ തിരിച്ചറിഞ്ഞാലേ നമുക്ക് സർഫിൻ്റെ നിയമങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് ക്ലിയർ ആയല്ലേ? അപ്പോൾ ഇതാണ് മീസാൻ്റെ ലക്ഷ്യം. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് മീസാൻ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇനി നമുക്ക് മീസാൻ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം.
സജദ, ഹസിബ, ഷറുഫ. ഈ 3 ഫേലുകൾ നോക്ക്. സജദ, ഹസിബ, ഷറുഫ. ഇതിനൊക്കെ നമുക്ക് ഫ, ഐൻ, ലാം എന്നീ 3 അക്ഷരങ്ങളുടെ കോമ്പിനേഷനിലേക്ക് മാറ്റണം. അപ്പോൾ എന്തായിരിക്കും സജദൻ്റെ മീസാൻ എന്തായിരിക്കും? ഫഅല. ഹസിബൻ്റെ ഫഅഇല. ഷറുഫ. നിങ്ങളിപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ പറഞ്ഞു, പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങളെ മൈൻഡിൽ നടന്നൊരു പ്രോസസ്സ് എന്താ? ഈ സീനിൻ്റെ ഹർക്കത്ത് എന്താണോ അത് ഫായിന് കൊടുത്തു, ജീമിൻ്റെ ഹർക്കത്ത് ഐന് കൊടുത്തു. ഇതല്ലേ ചെയ്തത്? ലാസ്റ്റ് അക്ഷരം നമുക്ക് പ്രശ്നമില്ല. അതുപോലെ ഇവിടെ ഹാൻ്റെ ഹർക്കത്ത് ഫാക്ക് കൊടുത്തു, സീൻ്റെ ഹർക്കത്ത് ഐന് കൊടുത്തു. ഇതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ശരി, ഇനി അടുത്തത് അദ്ഖല. ഇതിൻ്റെ മീസാൻ എന്താ? അഫ്അല അല്ലേ? ഓക്കെ. പക്ഷെ നമ്മളവിടെ ഈ ഹംസൻ്റെ ഹർക്കത്ത് ഫാക്കല്ലേ കൊടുക്കേണ്ടിയിരുന്നത് ശരിക്ക്? ഇവിടെയൊക്കെ ഫസ്റ്റത്തെ അക്ഷരത്തിൻ്റെ ഹർക്കത്ത് ഇവിടെ ഫസ്റ്റത്തെ അക്ഷരത്തിന് കൊടുത്തു. ശരി, ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം. ഇവിടെ ജൽജല, ഇപ്പോൾ ഇത് നിങ്ങൾ പറഞ്ഞ അഫ്അലയാണെന്നല്ലേ? നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് അത് ഇവിടെ എഴുതിയേക്കാം. ജൽജല എന്താ? ഫഅലല. അതെന്താ അനീതിയല്ലേ? ഇവിടെ ഫസ്റ്റത്തെ അക്ഷരത്തിന് ഹംസ കൊടുത്ത് ഇവിടെ ഫസ്റ്റത്തെ അക്ഷരം ഫഅലല എന്ന് കൊടുക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത്. ഇതെന്തുകൊണ്ടാണ് ഈ അനീതി? അസ്ലിയാണ്. അപ്പോൾ നമുക്ക് ഒരു നിയമം ഇവിടെ മനസ്സിലാക്കാം. അതായത് ഫസ്റ്റത്തെ അക്ഷരം എന്ന് പറഞ്ഞിട്ടല്ല അത് കൊടുത്തത്, ഫസ്റ്റത്തെ അസ്ലിയായ അക്ഷരം. ഇവിടുത്തെ ഫസ്റ്റത്തെ അസ്ലിയായ അക്ഷരത്തിൻ്റെ ഹർക്കത്ത് ഇവിടുത്തെ ഫസ്റ്റത്തെ അസ്ലിയായ അക്ഷരത്തിന് കൊടുക്കുക. ഇവിടുത്തെ രണ്ടാമത്തെ അസ്ലിയായ അക്ഷരത്തിൻ്റെ ഹർക്കത്ത് ഇവിടുത്തെ ഐനിന് കൊടുക്കുക. അഫ്വൻ, ഞാൻ ഒന്നുകൂടി പറയാം. നമ്മുടെ മുമ്പിലുള്ള കലിമൻ്റെ അസ്ലിയായ ഫസ്റ്റ് ലെറ്റർ സീൻ, അതിൻ്റെ ഹർക്കത്ത് ഫാന് കൊടുക്കുക. അപ്പോൾ ഫ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ അക്ഷരം എന്നല്ല അർത്ഥം, ഒന്നാമത്തെ അസ്ലിയായ അക്ഷരം. ഐൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ അസ്ലിയായ അക്ഷരം, അതാണ് അർത്ഥം. ശരി, ഇനി ഈ സുലാസി അല്ലാത്ത ബാക്കിയുള്ളതൊക്കെ ഈ 2 വാക്കുകൾ നിങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ അദ്ഖല എന്ന് കേട്ടപ്പോഴേ നിങ്ങൾ അഫഅല എന്ന് പറഞ്ഞു, ജൽജല എന്ന് കേട്ടപ്പോൾ ഫഅലല എന്ന് പറഞ്ഞു. നിങ്ങളെ മനസ്സിൽ നടന്ന ആ പ്രൊസീജിയർ അത് ഞാനിവിടെ എഴുതി കാണിച്ചു തരാം. എന്താ നിങ്ങൾ പോലും അറിയാതെ സംഭവിച്ചാണ്. നമ്മുടെ മുമ്പിൽ ഒരു വാക്കുണ്ട്, എന്താണ്? അദ്ഖല അല്ലേ? അദ്ഖല. ഇതിൽ അസ്ലിയായ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഫ, ഐൻ, ലാം അല്ലേ? അപ്പോൾ ഈ ദാലിൻ്റെ ഹർക്കത്ത് ഫാന് കൊടുക്കുക, ഖാൻ്റെത് ഐന് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു ടേബിൾ വരക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ മുമ്പിലുള്ള കലിമത്ത് അവിടെ എഴുതി വെക്കുക. രണ്ടാമത്തത് അതിൽ അസ്ലിയായ അക്ഷരങ്ങളുടെ താഴെ ഫ, ഐൻ, ലാമിൻ്റെ ഫ, ഐൻ, ലാം എന്ന് എഴുതിയിട്ട് ആ ഹർക്കത്തുകൾ അതേപോലെ കൊടുക്കുക. സജദയാണെങ്കിൽ ഒന്നുമില്ല, അവിടെ സ, ജദ, അതേപോലെ ഫ, അല്ല, അങ്ങനെ തന്നെ. ഇവിടെ ആണെങ്കിൽ അസ്ലിയായ അക്ഷരത്തിൻ്റെ ഹർക്കത്ത് ഫ, ഐൻ, ലാം ഈ 3നും കൊടുക്കുക. എന്നിട്ട് ബാക്കി എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് ഈ ഫസ്റ്റത്തെ വാക്കിൽ അത് അതുപോലെ അങ്ങോട്ട് എഴുതുക. അഫൻ, അഫ്അല അല്ലേ? ഈ നമ്മൾ മുന്നിൽ നിൽക്കുന്ന കലിമത്തിൻ്റെ അസ്ലിയായ അക്ഷരങ്ങളുടെ ഹർക്കത്ത് ഫ, ഐൻ, ലാം എന്നീ 3 അക്ഷരത്തിന് കൊടുത്തിട്ട് പിന്നെ ഇതിൽ ബാക്കി എന്തൊക്കെ ഉണ്ടോ അത് അതുപോലെ ഇവിടെ ഇങ്ങോട്ട് താഴേക്ക് എഴുതി വെക്കുക. കഴിഞ്ഞ്. അപ്പോൾ നമ്മൾ ജൽജലയിൽ എന്താ സംഭവിക്കുക? ജൽജല, ജൽജല അസ്ലിയായ അക്ഷരം ഏതൊക്കെയാണ്? 4 അസ്ലിയായ അക്ഷരമാണ്. അപ്പോൾ ഒന്നാമത്തെ അസ്ലിയായ അക്ഷരമാണ് ഫ എന്ന് പറയുന്നത്, രണ്ടാമത്തെ അസ്ലിയായ അക്ഷരമാണ് ഐൻ, മൂന്നാമത്തെ അസ്ലിയായ അക്ഷരമാണ് ഇല്ല. ഇനി എന്ത് ചെയ്യും? ഒരു അസ്ലി ആയിട്ടുള്ള അക്ഷരം കൂടി ഉണ്ട്. അപ്പോൾ സർഫിൽ ഉള്ള നിയമമാണ് ഇത്. ഇതുവരെ പഠിക്കാത്ത കാര്യമാണ്. എന്താണ്? ഒരു ലാമും കൂടി എക്സ്ട്രാ കൊടുക്കുക. കാരണം ഫ, ഐൻ, ലാമേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഫ അല്ലല്ല, മനസ്സിലായില്ലേ? ഇനി കുറച്ച് വലിയൊരു ഉദാഹരണം. ഇസ്തഗ്ഫറ.
ഇതിൽ അസ്ലിയായ അക്ഷരങ്ങൾ ഏതൊക്കെയുള്ളത്? ഗ ഫറ. ഇതെങ്ങനെ കണ്ടുപിടിക്കുക? ഇസ് തഗ്ഫറ. ഇതെങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ പറഞ്ഞു അസ്ലിയായ സ്വഭാവം അല്ലാത്ത സ്വഭാവം തിരിച്ചറിയുന്ന പോലെ തന്നെ അവസ്ഥകൾ മാറുന്നതനുസരിച്ച് മാറാത്തതാണ് അസ്ലി. അപ്പോൾ ഈ ഗൈൻ ഫ റ എന്ന് വരുന്ന എന്തൊക്കെ ഫിഅലുകൾ നമുക്കറിയാം, അതൊക്കെ നോക്കുക. ഗഫറ, ഗഫാറുൻ, ഫിഅലോ ഇസ്മോ എന്താണെങ്കിലും, യഗ്ഫിറു. അപ്പോൾ അതിൽ എല്ലാ രൂപത്തിലും ഉറച്ചു നിൽക്കുന്ന, എല്ലാ സന്ദർഭത്തിലും ഉറച്ചു നിൽക്കുന്ന അക്ഷരങ്ങൾ ഈ മൂന്നെണ്ണേ ഉള്ളൂ, ഗൈനും ഫായും റാവേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ഈ ഹംസയും സീനും തായും ഇത് എന്താണ്, പുറത്തുനിന്ന് വന്ന അക്ഷരങ്ങളാണെന്ന് മനസ്സിലാക്കാം, ഇതാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അസ്ലിയായ അക്ഷരങ്ങൾ നമുക്ക് കിട്ടി. ഇനി അസ്ലിയായ അക്ഷരങ്ങൾക്ക് ഗ ഫ റ അല്ലേ, ഇതിൻ്റെ ഹർക്കത്തുകൾ എന്ത് ചെയ്യുക? ഫാനും ഐനും ലാമിനും കൊടുക്കുക. എന്താണ് ഗൈൻ്റെ സുക്കൂനല്ലേ? ഫത്ഹ്, ഫ് ആല. പിന്നെന്താ ചെയ്യുക? നമ്മൾ പറഞ്ഞത് മുകളിലത്തെ ഈ സായിദായിട്ടുള്ള സംഗതികൾ അതേപോലെ താഴേക്കത്, അതിൻ്റെ ആത്മാവും ശരീരം അടക്കം എൻ്റെ ഹർക്കത്തും എല്ലാം കൂടെ അതേപോലെ താഴേക്കും കൂടെ എഴുതി വെക്കുക. അപ്പോൾ ഇവിടെ ഈ എന്നാണെങ്കിൽ ഇവിടെയും ഈ, ഇവിടെ സ് എന്നാണെങ്കിൽ ഇവിടെയും സ്, ഇവിടെ താ ആണെങ്കിൽ ഇവിടെയും താ. ഇസ് തഫ് അല. മനസ്സിലായോ? ശരി. അപ്പോൾ ഇനി നിങ്ങൾ പറയും ജാലസ എന്താണ് വസ്ന്? ഫഅല. അതിന് ഇവിടെ അതേപോലെ വിശദമായിട്ട് എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെ നോക്കിയാൽ മതി. ജ ല സ അല്ലേ? അസ്ലിയായ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ജീമ്, ലാമ്, സീൻ അല്ലേ? അപ്പോൾ ഫ ഐന് ലാമ് ഫ അല. പിന്നെ ഈ എക്സ്ട്രാ അലിഫ് അതേപോലെ ഇവിടെ എഴുതുക, അതിൻ്റെ അതേ സ്ഥാനത്ത് ഫ അല അല്ലേ? അടുത്തത് ഗല്ലക, അടച്ചു. ഗല്ലക എന്തായിരിക്കും? അത് നമുക്ക് ഇവിടെ ഒന്ന് പറയാം. ഗല്ലക എന്ന് പറഞ്ഞാൽ ഗല്ലക, ഇത് അസ്ലിയായ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഗൈന്, ലാമ്, കാഫ്. ഓക്കെ. അപ്പോൾ നമ്മളത് അതേപോലെ ഇതിൻ്റെ മുകളിൽ ഗൈൻ്റെ ഹർക്കത്ത് ഫ, ലാമിൻ്റെ ഹർക്കത്ത് ഫത്ത് അല്ലേ, കാഫിൻ്റെ ഹർക്കത്ത് ഫത്ത് കൊടുത്തു. ഇനി ഇതിൽ എക്സ്ട്രാ ആയിട്ടുള്ളത് എന്താണ്? അദ്ഖലിൻ്റെ പോലെ ഒരു ഹംസയോ അല്ലെങ്കിൽ ജാലസിൻ്റെ പോലെ ഒരു ഫത്ത് ഒരു അലിഫോ ഒന്നുമല്ല എക്സ്ട്രാ വന്നിട്ടുള്ളത്. എക്സ്ട്രാ വന്നിട്ടുള്ളത് ഒരു ശബ്ദമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അവിടെയൊക്കെ ചെയ്ത പോലെ തന്നെ ഈ ശബ്ദ താഴെ ഇങ്ങോട്ട് കൊടുക്കണം അതേപോലെ. അപ്പോൾ ഫ അല എന്നായി. ക്ലിയർ അല്ലേ? ഫ അല. അപ്പോൾ ഗല്ലക്കൻ്റെ വസ്ന് ഫ അല. അടുത്തത് നമ്മൾ ഓർഡറിൽ പോവാം. ഫ അല, ഫ അല. അതിൻ്റെ മുമ്പ് അഫ് അല, ഈ സൽസലിൻ്റെ ആവശ്യമില്ലല്ലോ ഇവിടെ. അപ്പോൾ അടുത്തത് ഇൻഫാല. ഇൻഫാലിൻ്റെ ഉദാഹരണം ഇൻകസറ. ഇൻകസറിൻ്റെ വസ്ന് ഇൻഫാല. അടുത്തത് ഇഫ്തഅല. തെറ്റാണല്ലോ. ഇഫ്തഅല ഉദാഹരണം അല്ല, അത് നസറൻ അല്ല, അത് ഇൻകസറിൻ്റെ ബാബല്ലേ? ഇൻതസറ ഇൻഫാല ബാബല്ലേ? ഇഫ്താലയാണല്ലേ? ഇൻതസർ വേണ്ട, കൺഫ്യൂഷൻ വേണ്ട. ഉദാഹരണം കിട്ടുന്നില്ലേ ഇഫ്താലക്ക്? ഇജ്തനബ അതല്ലേ പറഞ്ഞത്? മാഷാ അല്ലാ, ഇജ്തനബ. നമ്മൾ രക്ഷിച്ചു. കറക്റ്റാണ്, ഇൻതസർ കറക്റ്റാണ്. ഇജ്തനബ ഏതാണ് ബാബ്? ഇഫ്തഅല. അടുത്തത് തഫാഅല. ഉദാഹരണം തഖാസമ, തഖാതല. തഖാസമ എന്നുള്ള ഫെയിൽ ഏതുപോലെയാണ്? തഫാഅല. തഅല്ലമ, തഫഅല. ഇഹ്മറ, ഇഫ്അല. ഇപ്പോൾ ഈ നമ്മൾ ഈ എഴുതിയ സംഗതികളൊക്കെ ഉണ്ടല്ലോ, ഇത് സുലാസിയാണ്, സുലാസി മുജറദ്. ഇത് റുബായി മുജറദ്. ഇത് സുലാസി മസീദു ബി ഹർഫ്,
സുലാസി മജീദ് ബി ഹർഫൈൻ, ഇതിൽ കുറവുണ്ടോ? ഇവിടെ ഇതും കൂടി ഉണ്ടല്ലേ. ഇത് സുലാസി മുജറദ് ബി ഹർഫ്, സുലാസി മുജറദ് ബി ഹർഫൈൻ. അങ്ങനെ നമ്മൾ പഠിച്ച എല്ലാ അബ്നിയത്തുൽ അഫ്ആലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഫഅല എന്നുള്ള ടേംസിലേക്ക് മാറ്റാൻ പറ്റും. ഇതിനാണ് മീസാൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനാണ് മീസാൻ നമ്മൾ പറഞ്ഞു. എന്താണ് ഇതിൻ്റെ ലക്ഷ്യം? സർഫിൻ്റെ നിയമങ്ങളൊക്കെ കിടക്കുന്നത് ഈ മീസാനിലാണ്. അഫ്അലയാണെങ്കിൽ അതിൻ്റെ ഇസ്മുൽ ഫാൽ ഇങ്ങനെ ആയിരിക്കും, അതിൻ്റെ ഇസ്മുൽ മഫൂൽ ഇങ്ങനെ ആയിരിക്കും, അതിൻ്റെ മസ്തർ ഇങ്ങനെ ആയിരിക്കും, അതിൻ്റെ അമ്ർ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ നമ്മളിനി പഠിക്കാൻ പോകുന്ന തസ്രീഫുൽ അസ്മാവും തസ്രീഫുൽ അഫാലും അല്ലേ, അതൊക്കെ എഴുതി വച്ചിട്ടുള്ളത് ഈ ഫാ ഐൻ ലാമിൻ്റെ ഭാഷയിലാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഫഅല എന്ന് പറഞ്ഞ ഒരു പ്രവൃത്തി ചെയ്തു. ഉദാഹരണത്തിന് ഖതല, കൊന്നു. അതിൻ്റെ മജ്ഹൂലാക്കുമ്പോൾ, മജ്ഹൂൽ എന്ന് പറഞ്ഞാൽ പാസീവ് ഫോം, നമ്മൾ ഇംഗ്ലീഷിൽ പാസീവ് ഫോം എന്ന് പറയുന്നത്, മലയാളത്തിൽ അകർമ്മക ക്രിയ എന്ന് പറയുന്ന സംഗതി, അതിൻ്റെ പ്രവൃത്തി ചെയ്ത ആളാരാണെന്ന് അറിയാത്ത അവസ്ഥ. അങ്ങനെ ആക്കുമ്പോൾ അതിൻ്റെ നിയമം ആ ഫാഇന് ലൊമ്പ് കൊടുക്കുക, ആദ്യത്തെ ഫാഇന് ലൊമ്പ് കൊടുക്കുക. അങ്ങനെയായിരിക്കും സർഫിൻ്റെ കിതാബിലുണ്ടാവുക. അപ്പോൾ ഫാ ഏതാണെന്ന് അറിയണ്ടേ? എന്നാൽ 4 അക്ഷരമുള്ളതാണെങ്കിൽ, റുബാഇ ആണെങ്കിൽ അതിൻ്റെ ഫസ്റ്റത്തെ അക്ഷരത്തിന് ലൊമ്മും ലാസ്റ്റത്തിന് മുമ്പത്തെ അക്ഷരത്തിന് കസ്റയും കൊടുക്കുക എന്ന് പറയും, ഉദ്ഖില. അപ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മളെ കയ്യിലിരിക്കുന്ന ഫെയിൽ ഏത് വസനിൽപ്പെട്ടതെന്ന് അറിയണം. അതിനാണ് ഈ ചെയ്യുന്നത്. ഇതാണ് മീസാൻ. ഇനി ഒരു ചോദ്യം, ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്ന ആൾക്ക് ഒരു സമ്മാനം കൊടുക്കണം. കുറച്ച് ടഫ് ക്വസ്റ്റ്യനാണ്, പക്ഷെ നിങ്ങൾക്ക് പലർക്കും അറിയുന്നുണ്ടാവും. നം എന്നുള്ള ഒരു ഫെയിൽ. നം എന്ന് പറഞ്ഞാൽ എന്താ? ഉറങ്ങിക്കോ എന്നുള്ള അമ്ര. നാമ എന്നുള്ളതിൻ്റെ അമ്ര. ഇതിൻ്റെ വസനം എന്താ? ഇഫാൽ, ഫൽ. നമുക്ക് നോക്കാം, അഭിപ്രായങ്ങളൊക്കെ അവിടെ എഴുതി വെക്കാം, എന്നിട്ട് നമുക്ക് പരിശോധിക്കാം. ഫല്ല് കിട്ടി, പിന്നെ ഇഫാലുണ്ട്. വേറെ അഭിപ്രായം എന്താ ഉള്ളത്? എഫ് അലു, എഫ് അലു. നം എന്ന നം അമ്രാൻ ആയിക്കോട്ടെ, അഭിപ്രായം എന്നുള്ള ആൾക്ക് എഴുതി വെക്കാം, എഫ് അലു. ഇനി നമ്മളെ പ്രൊസീജിയർ നോക്കാം നമുക്ക് എങ്ങനെയാണ്. നാമ എന്നുള്ളതിൻ്റെ ഫെയിൽ മാലി എന്താണ്? നാമ. ഫെയിൽ മാലി നാമന്. അപ്പോൾ ഫ ആ ല അല്ലേ. ന ഇവിടെ അയിൻ്റെ സുക്കൂൻ എന്താ? അലിഫ് എന്ന് പറഞ്ഞാൽ ഒരു സുക്കൂനായിട്ട് നമ്മൾ കണക്കാക്കുക. അലിഫ് ആ വാ മാറിയിട്ടാണ് അലിഫായത്. നവമയാണോ ശരിക്ക്? അത് പ്രശ്നമല്ല, അത് കുറച്ച് സൂക്ഷ്മമായ നിങ്ങൾ പറഞ്ഞാണ് കറക്റ്റ്. അതായത് നാമ എന്നുള്ളത് ശരിക്കും നവമയായിരുന്നു പണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഫഅല എന്നാണ് എഴുതേണ്ടത്. ഓക്കെ. ഇനി അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? നൂൻ എന്നുള്ളത് ഫ ആണ്. ഈ നാമയുടെ ഫ എന്താണ്? നൂനാണ്. ലാമ് മീമാണ്. ഐന് വാവോ അലിഫോ എന്തോ ആണ്. അപ്പോൾ ഇതിൽ ബാക്കിയുള്ളത് ഏതൊക്കെയാണ്? നൂനും മീമല്ലേ ബാക്കിയുള്ളത്. അപ്പോൾ ഫ ഉണ്ട്, ലാമുണ്ട്, അതിൻ്റെ നടുവിലുള്ളത് പോയിട്ടുണ്ട്. അപ്പോൾ ഫൽ എന്നുള്ളതാണ് അതിൻ്റെ വസന്. അതല്ല പറഞ്ഞു ഫൽ. മാഷാ അല്ലാഹ്. ഷാദക്കാക്ക് എന്ത് സമ്മാനം നമ്മൾ കൊടുക്കുക? നിങ്ങൾ തന്നെ സ്വയം കോമ്പൻസേറ്റ് ചെയ്യുക, അതാണ്. അപ്പം ഇനി വേറൊന്ന് കുറച്ചുകൂടി ടഫ്. അതാരാ പറയുന്നത് നോക്കട്ടെ. ഇസ്തഖിം. ഇസ്തഖിം ആലോചിച്ചിട്ട് പറയും. എനിക്കറിയില്ല, ഞാനിവിടെ എഴുതി വെക്കാം. ഇത് ഫൽ. എന്താ നിങ്ങൾ പറഞ്ഞത്? ഇസ്തഫിൽ. വേറെ അഭിപ്രായങ്ങളുണ്ടോ? ഇസ് ഫൈൽ. ഇത് ഇങ്ങനെ പുതിയ അഭിപ്രായങ്ങൾ കണ്ടുപിടിക്കാൻ നോക്കണ്ട, നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. ഇഫ്തായിലല്ലെന്ന് ഉറപ്പല്ലേ? ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കല്ല. ഇനി നമുക്ക് നോക്കാം, നമ്മളെ ടേബിളിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇസ്തഖിം എന്നുള്ളതിൻ്റെ മാലി എന്താ?
ഇസ്തഖാമ, ഇസ്തഖാമ അല്ലേ, ഇസ്തഖാമ. ഇനി ഇതിൻ്റെ അസ്ലിയ അക്ഷരങ്ങൾ എന്തൊക്കെയാണ്? അസ്ലിയ അക്ഷരം കാമ അല്ലേ, കാമല്ല. അപ്പോൾ ഇവിടെ അതിൻ്റെയും പറഞ്ഞ മാതിരി കയമയാണ് അല്ലേ, കവമേ കയമേ, കാമ യക്കൂമ് മുതാരി, തിയാമാണ് ഞാൻ ആലോചിച്ചത്, കവമാണ് യക്കൂമാണ്. അപ്പം വാവാണ്, വാവ് വാവ്. അപ്പോൾ അത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഈ എന്തായാലും ഈ കാമയാണെന്നുള്ള ഉറപ്പല്ലേ. അപ്പോൾ ഫഅല, ഈ ബാക്കിയുള്ളതൊക്കെ സായിദാണ്. അപ്പോൾ എന്ത് മനസ്സിലായി? കാഫ് എന്ന് പറയുന്നത് ഫ ആണ്. ഈ നടുവിലുള്ള അക്ഷരം അത് നമ്മൾ പിന്നീട് പഠിക്കും. ഈ അലിഫും വാവും യാവൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും, അവരെക്കുറിച്ച് നമ്മൾ പിന്നീട് വിശദമായിട്ട് പഠിക്കും. അത് ലാമ് മീമും അല്ലേ. അപ്പോൾ ഇതിൽ നോക്കാം, ഇസ്ത എന്നുള്ളത് എക്സ്ട്രാ ഉള്ളതാണ്. എക്സ്ട്രാ ഉള്ള ആളുകൾ എപ്പോഴും അതേപോലെ തന്നെ ഉണ്ടാവുക. അപ്പോൾ അതങ്ങനെ നോട്ടെ. ഏതാ പോയത് ഇതിൽ? കാഫിൻ്റെ മീമിൻ്റെ നടുവിലുള്ള അക്ഷരം പോയിട്ടുണ്ടല്ലേ. അപ്പോൾ എന്ത് മനസ്സിലാക്കുക? ഇസ്ത, ഇസ്ത ഫിൽ, അല്ലെങ്കിൽ ഇസ്തഫിൽ, ഇസ്തഫിൽ. മാഷാ അല്ലാ, അതൊക്കെ പറഞ്ഞത് ബാറക്കല്ലാഹു ഫീക്. അപ്പോൾ ഇതാണ് സംഗതി. ഈ ലാസ്റ്റ് പറഞ്ഞതിനാണ് ഹദ്ഫ് എന്ന് പറയുക. അതായത് നമ്മൾ വസ്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വാക്കിൽ ഏതെങ്കിലും അക്ഷരം ഹദ്ഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വസ്നിലും അഥവാ മീസാൻ എന്ന് പറയുന്ന ഈ ഫ ഐൻ ലാമിൻ്റെ കോമ്പിനേഷനായിട്ടുള്ള വാക്കുണ്ടല്ലോ, അതിലും ആ ഹർഫ് കളയാം. സിയാദത്ത് നമ്മൾ പറഞ്ഞു, ഇതിൽ എക്സ്ട്രാ അക്ഷരം വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മീസാനിലും എക്സ്ട്രാ ആഡ് ചെയ്യണം. അതുപോലെ തന്നെ ഇതിലൊരു അക്ഷരം പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കളയും വേണ്ടേ. അതാണ് ഇപ്പോൾ പറഞ്ഞത് ഹദ്ഫ് എന്ന് പറയുന്നത്. ഈ ഹദ്ഫ് എന്ന് പറയുന്നത് കുറച്ചൊരു പ്രയാസമുള്ള കാര്യമാണ്. അത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നമല്ല, ഇൻഷാ അല്ലാഹ് പിന്നീട് മനസ്സിലായിക്കോളും. അപ്പോൾ ഹദ്ഫിനെ കുറിച്ച് നമ്മൾ പഠിക്കും. ഹദ്ഫ് എപ്പോഴാണ് സംഭവിക്കുക എന്നുള്ളതും ഒക്കെ തസ്രീഫുൽ അഫ്ആലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ മനസ്സിലാക്കും. അപ്പോൾ എളുപ്പമാവും. അപ്പോൾ ഇത് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് അല്ലേ മീസാൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് കുറേ എക്സസൈസ് ചെയ്യണം. അതിന് നല്ലൊരു മെത്തേഡാണ്, ഏതെങ്കിലും ഒരു സൂറത്ത് എടുക്കുക ഖുർആനിൽ, എന്നിട്ട് അതിലുള്ള ഫേലുകൾ മൊത്തം കണ്ടുപിടിക്കുക. ആ ഫേലുകൾ ഏത് വസ്നിലാണെന്ന് കണ്ടുപിടിക്കുക. അതിൽ മസീദ് ഉണ്ടോ ഇല്ലാത്ത മുജറദായിട്ടുള്ള ഫേലുകളാണോ എന്ന് കണ്ടുപിടിക്കുക. ഏതെങ്കിലും ഒരു സുഹൃത്ത് സെലക്ട് ചെയ്യും. ഇപ്പോൾ നബ് നമ്മൾ പഠിക്കുന്ന സുഹൃത്ത് നബ് അമ്മ, അല്ലെങ്കിൽ കുറച്ച് വലിയ സുഹൃത്ത് വേണമെങ്കിൽ 3-4 പേജൊക്കെ ഉള്ള സുഹൃത്തിൽ ഇൻസാൻ, ഏതെങ്കിലും ഒരു സുഹൃത്ത് സെലക്ട് ചെയ്തിട്ട് അതിലുള്ള ഫെയിലുകളൊക്കെ കണ്ടുപിടിച്ചിട്ട് ഇപ്പോൾ നമ്മൾ പഠിച്ചതുപോലെ അതിനെ ക്ലാസിഫൈ ചെയ്യുക. സുലാസി മുജറദ്, സുലാസി മസീദ് ബി ഹർഫ്, ഈ പറഞ്ഞ വസ്നുകളുണ്ടല്ലോ, ഇതിലേതിലാണ് പെടുന്നത് എന്നുള്ളത് നോക്കാം. ഹോംവർക്കായിട്ട് എന്നാൽ സൂറത്ത് ഒരു ചെറിയ സുഹൃത്തേക്കോട്ടെ. സൂറത്തുൽ ഇൻസാൻ 1-2 പേജേ ഉള്ളൂ. സൂറത്തുൽ ഇൻസാൻ എല്ലാവരും നോക്കിയിട്ട് അതിൽ വരുന്ന ഇപ്പോൾ നമ്മൾ പഠിച്ച 19 വസ്നുകളുണ്ടല്ലോ, 19 അബ്നിയ ഫേലുകൾ, ഫേല് മാത്രം, ഫേലിൻ്റെ 19 സിഗകൾ, ഇതിൽ പെടുന്ന ഹർഫുകൾ ഏതൊക്കെയാണ്? ആദ്യം ഫഅല എന്നെഴുതുക, ഫഇല, ഫഉല, പിന്നെ അഫ്അല, ഫഅല, ഫഅല, ഇത് ടൈറ്റിൽ എഴുതിയിട്ട് അതിൽ വരുന്ന ഫേലുകൾ ഏതൊക്കെയെന്ന് കണ്ടുപിടിക്കുക. പക്ഷേ അടുത്ത പ്രാവശ്യം നമുക്കത് ചെക്ക് ചെയ്യാം. എന്താണ് എളുപ്പമല്ലേ? ബുദ്ധി കൂടും അറബി പഠിച്ചാൽ. സുബ്ഹാനല്ലാഹ്, ഞാൻ പറയണമെന്ന് വിചാരിച്ച കാര്യമാണ്. അതായത് നമ്മളിപ്പോൾ ചില ആൾക്കാർക്കൊക്കെ തോന്നും എന്തിനാണ് ഇപ്പോൾ ഇത് പഠിക്കുന്നത്, ഇപ്പോൾ ട്രാൻസ്ലേഷൻ ഇല്ലേ, നമുക്ക് ഇനി ട്രാൻസ്ലേഷൻ ഇല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ തന്നെ ഗൂഗിൾ ട്രാൻസ്ലേഷൻ ഉണ്ട്, വേറെ പല മാർഗ്ഗങ്ങളുണ്ടല്ലോ. പക്ഷെ അറബി ഭാഷ പഠിക്കുന്നത് കൊണ്ട് ബുദ്ധി കൂടും. ഇപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ അവർ ദീനി പഠനം ഒരു ഫുൾ ടൈം താലിബുൽ ഇൽമ് ആവാനൊന്നും പ്ലാൻ ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ പോലും അറബി ഭാഷ പഠിപ്പിച്ചു കൊടുക്കണം. ഞാൻ കുറച്ച് മുമ്പ് വെറുതെ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി, ഏറ്റവും കൂടുതൽ ബുദ്ധി വളർത്തുന്ന ഭാഷകൾ ഏതൊക്കെയാണ്. അപ്പോൾ 3 ഭാഷകളാണ് പറയപ്പെടുന്നത്: ചൈനീസ്, റഷ്യൻ, അറബി. ഈ 3 ഭാഷകളും അത് ലോജിക്കൽ തിങ്കിങ് ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണം പറയുന്നത് റഷ്യനും ചൈനീസും ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ട് കാരണം അത്രയും കഷ്ടപ്പെട്ട് പഠിക്കുമ്പോൾ അവരെ ബുദ്ധി വികസിക്കും. അറബിൻ്റെ കാര്യത്തിൽ ഞാൻ ബുദ്ധിമുട്ടെന്ന് പറയുന്നില്ല, അറബിൻ്റെ നിയമങ്ങൾ അത്രയും ബുദ്ധിപരമായതുകൊണ്ട് അത് ബുദ്ധി വളർച്ച ഉണ്ടാക്കും. അപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ അറബി ഭാഷ പഠിപ്പിച്ചു കൊടുത്താൽ അവർക്ക് ദീനിയായിട്ടുള്ള ഫായതയാണ് ഒന്നാമത് നമുക്ക് ആവശ്യം. അതോടൊപ്പം തന്നെ അവർക്കൊരു ലോജിക്കൽ തിങ്കിങ് ഉണ്ടാവും. അതിൻ്റെ പെട്ട ഉദാഹരണങ്ങളാണ് ഇതൊക്കെ. ഒരു അസറുണ്ട്, ഈ ആശയം സൂചിപ്പിക്കുന്നൊരു അസറുണ്ട്, ലഅല്ലക്കും തഅഖിലൂൻ. അതെ അതെ, ഖുർആൻ അറബിയിൽ. അതെ അതെ, അറബി ഭാഷ എന്ന് പറയുന്നത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ടൊരു അസറുണ്ട്. ഇമാം ബുഖാരി താരിഖുൽ കബീറിലൊക്കെ ഉദ്ധരിച്ചുള്ളൊരു അസറുണ്ട്: തഅല്ലമുൽ അറബിയ്യ ഫഇന്നഹ തസീദു ഫിൽ അഖൽ ഫഇന്നഹ തുസബ്ബിതുൽ അഖൽ വതസീദു ഫിൽ മുറൂഅ.
നിങ്ങൾ അറബി പഠിക്കുക. ഫഇന്നഹ തുസബ്ബിത്തുൽ അഖൽ, അത് ബുദ്ധിയെ ഉറപ്പിക്കും. വ തസീദു ഫിൽ മുറുഅത്ത് വർദ്ധിപ്പിക്കും. മുറുഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മുറുഅത്ത് എന്ന് പറഞ്ഞാൽ ഹറാമ് ഹലാലുകളൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരാളുടെ പൂർണ്ണതക്ക് ആവശ്യമായ കാര്യങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് റോഡിൽ നടന്ന് ഭക്ഷണം കഴിക്കുക. ഇപ്പോൾ വളരെ മാന്യമായ പ്രവൃത്തിയാണ്, പക്ഷെ പണ്ട് കാലത്ത് അത് കുറച്ച് മോശമായിരുന്നു. അതാണ് സാധാരണ ഉദാഹരണം പറയാറുള്ളത് മുറുഅത്തിൻ്റെ വിഷയത്തിൽ, എന്തെങ്കിലും തിന്നുകൊണ്ട് നടക്കുക എന്നുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നതിനാണ് മുറുഅത്ത് എന്ന് പറയുക. അപ്പോൾ മുറുഅത്ത് വർദ്ധിപ്പിക്കും, അതുപോലെ ബുദ്ധി ഉറപ്പിക്കുകയും ചെയ്യും. ഈ അസർ വായിച്ചപ്പോൾ എനിക്ക് ഒരു സംഭവം, വേറൊരു സംഗതി ഓർമ്മ വന്നത്. ഒരു ന്യൂസ്, അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നറിയില്ല, ചിലപ്പോൾ കളവായിരിക്കാം, പക്ഷേ അതിലൊരു ഗുണപാഠമുണ്ട്. ഈ അമേരിക്കയിലുള്ള ഏതൊരു കമ്പനി, അവർ സൗത്ത് അമേരിക്കയിൽപ്പെട്ട, അമേരിക്ക എന്ന് പറയുന്നത് US നോർത്തല്ലോ, അപ്പോൾ ഇവർ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിൽപ്പെട്ട കുറച്ച് ആൾക്കാരെ അവിടേക്ക് ജോലിക്ക് കൊണ്ടുപോയി, തൊഴിലാളികൾ, ലേബർ. അപ്പോൾ ഇവർ വളരെ വൈകിട്ടാണ് വരുന്നത് ജോലിക്ക്, ഉച്ച കഴിഞ്ഞിട്ടൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ അവർക്ക് മനസ്സിലായത് ഇവരുടെ ഈ ഭാഷയിൽ ഏതോ ഗോത്രവർഗ്ഗക്കാരാണ്, ചെറിയ കാട്ടിലും മലയിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ നാട്ടിലെ ഭാഷയിൽ സമയം എന്ന് പറയാൻ 2 വാക്കുകളേ ഉള്ളൂ, രാത്രി പകൽ. അപ്പോൾ ഇവരോട് രാവിലെ എന്ന് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ഇവർക്ക് മനസ്സിലാവുക പകൽ ഇരുട്ടാവുന്നതിന് മുമ്പ് എന്നാണ്. അതുകൊണ്ടാണ് അവർ വൈകി വരുന്നത്. അപ്പോൾ അറബിയിൽ, ഇപ്പോൾ മലയാളത്തിൽ തന്നെ നമുക്ക് നോക്കിയാൽ, മലയാളത്തിലിപ്പം രാവിലെ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ രാവിലെ വാന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ? രാവിലെ 11:30 വരെ ഉണ്ട് നമുക്ക്. ശരിക്ക് ഒറിജിനൽ മലയാളത്തിൽ രാവിലെ എന്ന് പറയുന്നത് അത്ര വിശാലമല്ല. രാവിലെ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം രാത്രി ബാക്കിയുള്ള സമയം എന്നാണ്. രാവ് എന്ന് പറഞ്ഞാൽ രാത്രിയാണല്ലോ, അപ്പോൾ രാത്രി ഫുൾ തീർന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ആർക്കറിയാത്? നമ്മൾ പ്രയോഗത്തിൽ രാവിലെ എന്ന് പറഞ്ഞാൽ ഫജ്ർ മുതൽ ളുഹർ വരെയുള്ള സമയമൊക്കെ രാവിലെയാണ്. എന്നാൽ അറബിയിലോ, ഇനിയിപ്പം മലയാളത്തിൽ നമ്മൾ പ്യുവർ മലയാളി ആയാൽ തന്നെ, ഈ സംസ്കൃത ടച്ചുള്ള മലയാളികളാണെങ്കിൽ പോലും 2-3 വാക്കുകളേ ഉള്ളൂ. പ്രഭാതം, മധ്യാഹ്നം, പൂർവാഹനം എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ കൂട്ടിയാലും ഒരു 3-4 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ടാവും. പക്ഷേ അറബി ഭാഷയിൽ 24 മണിക്കൂറിന് 24 വാക്കുകളുണ്ട്. ഓരോ മണിക്കൂറിനും വാക്കുകളുണ്ട്. ഇപ്പോൾ രാവിലെ തുടങ്ങിയാൽ സഹർ, സുബീൻ്റെ മുമ്പുള്ള സമയം, പിന്നെ ഫജ്ർ, അത് കഴിഞ്ഞിട്ട് ബുക്കൂർ, അത് കഴിഞ്ഞിട്ട് ഷുറൂക്ക്, അത് കഴിഞ്ഞിട്ട് ലുഹ, അത് കഴിഞ്ഞിട്ട് ലുഹർ, അങ്ങനെ പോയിട്ട് മഗ്രിബ് വരെ തന്നെ ഒരു 10-15 വാക്കുകളുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് സമയം പറയാൻ പറ്റും. അപ്പോൾ ഈ സമയനിഷ്ഠ എന്നുള്ളത് ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഈ വാക്കുകൾ കൊണ്ടാണ്. അതുപോലെ ബാക്കി പല കാര്യങ്ങളും, മുറുഅത്തിൻ്റെ ഭാഗമായിട്ടുള്ള പല കാര്യങ്ങളും. വേറെ ഉദാഹരണം പറയാം. ഇപ്പം മാതാപിതാക്കൾ എന്നുള്ളതിന് നമ്മളെന്താ പറയുക? നമ്മൾ ഇപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ ഫാദർ. ഈ ഫാദർ എന്ന് പറയുന്ന വാക്ക് ഒരാൾ പറയുമ്പോൾ, എൻ്റെ ഫാദറാണ് ഫുലാൻ എന്ന് പറയുമ്പോൾ അയാൾക്ക് പ്രത്യേകിച്ച് വാപ്പാനോടൊരു സ്നേഹമൊന്നും തോന്നേണ്ട കാര്യമില്ല. നേരെ മറിച്ച് അറബിയിൽ ഉപ്പ എന്നുള്ളതിന് എന്താ പറയുക? അവർ അബു എന്ന് പറയില്ല. അബു നമ്മൾ മദ്രസയിൽ പഠിക്കുന്ന ആരും ഉപയോഗിക്കില്ല അബു എന്നുള്ളത്. വാലിദ് എന്നാണ് പറയുക. വാലിദ് എന്ന് പറഞ്ഞാൽ എന്താ? ജനിപ്പിച്ചവൻ എന്നാണ്. അപ്പോൾ ഓരോ പ്രാവശ്യം വാലിദ് എന്ന് പറയുമ്പോൾ നമ്മളെ ഈ അസ്തിത്വത്തിന് കാരണമായ വ്യക്തിയാണ്. ആ ഒരു ഓർമ്മ നമുക്കുണ്ടാവും. ഉമ്മ എന്നുള്ളതിന് വാലിദ എന്നാണ് പറയുക, പ്രസവിച്ചവൾ എന്നത് വാലിദ എന്ന് പറഞ്ഞാൽ. അത് നമുക്കൊരു അവരോടൊരു സ്നേഹം ബഹുമാനമൊക്കെ ഉണ്ടാക്കുന്ന വാക്കുകളാണ്. ഇങ്ങനെ പല നിലക്കും മുറുവത്ത് വർദ്ധിപ്പിക്കുന്ന, അഖ്ലാഖുകളൊക്കെ വർദ്ധിപ്പിക്കുന്ന സംഗതിയാണ് അറബി എന്ന് പറയുന്നത്. അതൊരു ഭാഷ മാത്രമല്ല. അതുപോലെ അക്കലിൻ്റെ കാര്യം സർഫ് പഠിച്ചാൽ മനസ്സിലാവും, അക്കൽ എങ്ങനെയാണ് വർദ്ധിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് അത്ര അത്യാവശ്യമായിട്ട് ദീനി പഠനത്തിന് അറബി ആവശ്യം ഇല്ല എന്ന് തോന്നുന്നവരാണെങ്കിലും അറബി പഠിക്കുക. ഇത് രണ്ടാമതായ കാര്യം ഞാൻ പറയുന്നത്. ഒന്നാമത്തെ ലക്ഷ്യം ഖുർആൻ മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അറബി പഠിച്ച ആൾ ഖുർആനാണ് കേൾക്കുന്നത്, ഖുർആനാണ് മനസ്സിലാക്കുന്നത്. പരിഭാഷ വായിച്ച ആൾ പരിഭാഷയാണ് മനസ്സിലാക്കുന്നത്. പരിഭാഷപ്പെടുത്തിയ ആൾ എന്താണോ മനസ്സിലാക്കിയത് അതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഈ സൂറത്തുൽ ഇൻസാൻ എന്നുള്ള ഉദാഹരണങ്ങൾ കണ്ടുപിടിക്കുക. ഈ വസനുകൾക്ക് 19 വസനുകൾ നമ്മൾ പറഞ്ഞു. ഇതോടുകൂടി അൽഹംദുലില്ലാഹ് നമ്മൾ ഈ കിതാബിൻ്റെ എത്ര %ആയി? തുസബ്ബിത്തുൽ അക്കൽ ഇവിടെ 5-2 പറഞ്ഞാൽ എത്ര %? 20 40% ആയി. പക്ഷേ പിന്നെ ബാബുകളെ എണ്ണം വെച്ച് നോക്കുമ്പോൾ 40% ആയി. ഇനിയുള്ള ബാബുകൾ കുറച്ച് വലുതാണ്. തസ്രീഫുൽ അഫ്ആൽ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി വലിയ ബാബാണ്, അതാണ് ഏറ്റവും വലുത്. പിന്നെ അസ്മാ. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നമുക്ക് അത് പഠിക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങളിത് ചെയ്തു വരാം. ഇത്രയും പറഞ്ഞത് മനസ്സിലായാലേ ഇനി മുന്നോട്ട് പോകുന്നതിന് അർത്ഥമുള്ളൂ. ഇപ്പോൾ നമ്മൾ ഭാഷയുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, സാധാരണ മറ്റൊരു ഭാഷയിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആൽഫബറ്റ്സ് കഴിഞ്ഞു, ഇനിയാണ് ഗ്രാമർ. അപ്പോൾ ഗ്രാമർ പഠിക്കാൻ പോകുമ്പോൾ അക്ഷരം അറിയില്ലെങ്കിൽ പ്രശ്നമാണ്.
അതുകൊണ്ട് ഇത്രയും പറഞ്ഞ കാര്യം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു എക്സസൈസ് ചെയ്യുക. സൂറത്തുൽ ഇൻസാൻ എടുത്തിട്ട് അതിലെ അഭിനയത്തെ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക. മനസ്സിലായോ? ചെയ്യാൻ പറഞ്ഞ കാര്യം എന്താ മനസ്സിലായില്ലേ? ഫഅല എന്ന് എഴുതിയിട്ട് അതിലേതൊക്കെ ഫഅല വസ്നിലുള്ള ഇസ്മുകളുണ്ട്, ഫേലുകളുണ്ട്. ഇസ്മിൻ്റെ കാര്യം നോക്കണ്ട. ഇസ്മ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ നമ്മൾ വായിച്ചു, ഇത് ഒന്നും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഇസ്മിൻ്റെ വസ്നുകൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫേല് പഠിക്കുക. ഈ 19 വസ്നുകളിലുള്ള ഉദാഹരണങ്ങൾ കണ്ടുപിടിക്കുക ഇൻഷാ അല്ലാഹ്. ശരി, എന്തെങ്കിലും സംശയമുണ്ടോ? ഈ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് കുറച്ച് പുതുമയുള്ള കാര്യമായിരിക്കും. അതുകൊണ്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിച്ചോ. അതെ അതെ, ഈ എക്സ്ട്രാ ലെറ്റേഴ്സ് ഉണ്ടല്ലോ, ഇപ്പം പറഞ്ഞ ഹംസ അല്ലേ, അതേപോലെ ഇപ്പം നമ്മൾ പറഞ്ഞ ഇസ്തഗ്ഫറയിലെ ഹംസ, സീന്, ത, ഇതൊക്കെ പുറത്തുനിന്ന് വന്ന അക്ഷരങ്ങളാണല്ലോ. ഈ പുറത്തുനിന്ന് വരുന്ന അക്ഷരങ്ങൾക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. ഏത് അക്ഷരം വരാൻ പറ്റുമോ? ഡിക്ഷണറിയിലുള്ള അറബി ആൽഫബറ്റ്സിലുള്ള 29 അക്ഷരമുണ്ട്. അതിലേത് അക്ഷരത്തിനും ഇതേപോലെ വന്ന് ഫെയിലിൻ്റെ കൂടെ കൂടാൻ പറ്റുമോ? ഇല്ല. നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ നമ്മളിവിടെ എഴുതിയ ഈ സംഗതികളുണ്ടല്ലോ, ഇവിടെ മുതലാണ് മസീദ് തുടങ്ങുന്ന അഫ് അല, ഹംസ പുറത്തുനിന്ന് വന്നാണ് അല്ലേ. അതേപോലെ ഇൻഫാലിൻ്റെ നൂന്, ഇഫ്താലിൻ്റെ ത, ഇതൊക്കെ പുറത്തുനിന്ന് വന്ന അക്ഷരങ്ങളാണ്. ഇപ്പോൾ ഈ പുറത്തുനിന്ന് വരുന്ന അക്ഷരങ്ങൾ 10 എണ്ണമാണുള്ളത്. ആ 10 അക്ഷരമേ വരുള്ളൂ. അത് ഏതൊക്കെയാണ് 10? അത് പഠിക്കാനൊരു കോഡുണ്ട്. സഅൽതുമൂനിഹ, അത് കുറേ കോഡുകളുണ്ട്. ഒരു തമാശ പറയലുണ്ട്, അൽയോമ തൻസാഹ. ഒരാൾ ചോദിച്ചു ഉസ്താദിനോട്, എനിക്ക് ഈ അക്ഷരങ്ങൾ പറഞ്ഞു തരണം. സർഫിൻ്റെ ക്ലാസ് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ മസീദായിട്ടുള്ള അക്ഷരങ്ങൾ പഠിപ്പിച്ചു തരണം. അപ്പോൾ അല്യോമ തെൻസൗഹ എന്ന് പറഞ്ഞു. അല്യോമ തെൻസഹ അല്യോമ തെൻസഹ എന്ന് പറഞ്ഞു. കാരണം അലിഫ് ലാസ്റ്റ് ഉണ്ടല്ലോ, ഹാക്ക് ശേഷം അലിഫ് ഉണ്ടല്ലോ. അല്യോമ തെൻസഹ. പക്ഷേ അപ്പോൾ ഏറാബ് ശരിയാവില്ല അല്ലേ? തെൻസഹ അലിഫ് റിപ്പീറ്റ്. അല്യോമ തെൻസാഹ. അല്യോമ തെൻസാഹ എന്ന് പറഞ്ഞാൽ എന്താ? നീ ഇന്നത് മറക്കും എന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ പറഞ്ഞെന്നാലും നീ അപ്പോൾ തന്നെ മറക്കും എന്നാണ് വിചാരിച്ചത് ഇയാൾ. അപ്പോൾ ഇയാൾ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരുന്നതാണ് പറയുന്നത്. ഇയാൾ തിരിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഉദ്ദേശിക്കുന്നത് എന്താണ്? അല്യോമ, ഹംസ, ലാമ്, യ, വാവ്, മീമ്, ത, നൂന്, സീന്, അലിഫ്, ഹ, ഈ 10 അക്ഷരങ്ങളാണ്. അതുപോലെ സഅൽതുമൂനിഹ, വേറെ 5-6 തർത്തീബുകളുണ്ട് ഇതിൻ്റെ അക്ഷരങ്ങൾ അങ്ങോട്ടും മാറ്റിയിട്ട്. അല്യോമ തൻസാഹ, സഅൽതുമൂനിഹ, ഇങ്ങനെയുള്ള വേറെ കോഡുകളുണ്ടെന്ന് അർത്ഥം. ഈ 10 അക്ഷരങ്ങളെ വരുള്ളൂ. ഇനി ഈ 10 അക്ഷരങ്ങൾ വന്നാലുള്ള അർത്ഥങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ അഫ്അലിൻ്റെ അർത്ഥങ്ങൾ നമ്മൾ പറഞ്ഞു, 2-3 അർത്ഥങ്ങൾ. 10 അർത്ഥമുണ്ട് അഫ്അലക്ക് മൊത്തം. എന്താണ് ഉദ്ദേശിക്കുന്നത്? അഫ്അലക്ക് 10 അർത്ഥം എന്ന് പറഞ്ഞാൽ, അഫ്അല എന്ന രൂപത്തിലുള്ള എത്ര ഫേലുകൾ നിങ്ങൾ കൊണ്ടുവരുന്നോ ആ ഫേലുകളുടെയൊക്കെ അർത്ഥങ്ങൾ നിങ്ങൾ ലിസ്റ്റ് ചെയ്താൽ ഈ 10 കള്ളിൽ ഉൾപ്പെടുത്താൻ പറ്റും. അതിലേതെങ്കിലും ഒരു പൊതു സ്വഭാവങ്ങളുണ്ടോ ഈ വാക്കിന്? അഫ്അല എന്ന് പറയുന്ന വാക്കുകൾ 10 പൊതു സ്വഭാവങ്ങൾ ഏതെങ്കിലും ഒന്നിലായിരിക്കും അത് പെടുക. അത് മനസ്സിലാക്കിയാൽ നമുക്ക് വാക്കുകൾ അർത്ഥം ഊഹിക്കാൻ എളുപ്പമുണ്ടാവും. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേണമെങ്കിൽ ഒരു ക്ലാസ്, അടുത്ത ക്ലാസ് വേണമെങ്കിൽ ഈ സിയാദത്തിൻ്റെ ഹർഫുകൾ വന്നാലുണ്ടാകുന്ന അർത്ഥങ്ങൾ എന്താണ് അത് മാത്രം, എല്ലാ അർത്ഥവും വേണമെങ്കിൽ പറയണമെങ്കിൽ ഇൻഷാ അല്ലാഹ് പറയാം. അത് ഈ കിതാബിലില്ല, വേറെ ഏതെങ്കിലും കിതാബിൽ നിന്ന് എടുത്തിട്ട് പറയാം. അതുപോലെ മറ്റൊരു കാര്യം, ഡിക്ഷണറി ഉപയോഗിക്കുക. ഡിക്ഷണറി എന്ന് പറഞ്ഞാൽ മൊബൈൽ ആപ്പല്ല, അറബിയിലുള്ള ആധികാരികമായ ഡിക്ഷണറികളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് മുഖ്താറു സിഹാഹ് എന്ന് പറഞ്ഞ ഡിക്ഷണറി ഉണ്ട്. അത് വളരെ നല്ല ഡിക്ഷണറിയാണ്. അത് ശരിക്കും അറബി പഠിക്കുന്ന ആളുകൾ വാങ്ങിയിട്ട് അവരെന്ത് ചെയ്യും, ആ ഡിക്ഷണറി മൊത്തം വായിക്കും. അങ്ങനെയുള്ള ഒരു ഡിക്ഷണറിയാണ്. അതിന് മാത്രമേ ഉള്ളൂ, ഒരു 300-400 പേജ് ഉണ്ടാവുള്ളൂ. പക്ഷെ അത് ഫുള്ള് വായിച്ചാൽ അറബിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന മിക്ക വാക്കുകളും നമുക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് ശർഈ ആയിട്ടുള്ള വാക്കുകൾ, ഖുർആനിലും ഹദീസിലും കുത്തുബ് സിത്തയിലൊക്കെ വന്ന വാക്കുകളൊക്കെ ഏകദേശം ഇതിലുണ്ടാവും. മുഖ്താറു സിഹാഹ് എന്ന് പറയുന്നൊരു ഡിക്ഷണറി. അത് വാങ്ങിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ സൂറത്തുൽ ഇൻസാനിലെ വാക്കുകൾ നിങ്ങൾ നോക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഈ ഡിക്ഷണറി ചെക്ക് ചെയ്യുക. ഈ ഡിക്ഷണറിൻ്റെ പ്രത്യേകത മുഖ്തസറായിരിക്കും. ഒരു പാരഗ്രാഫ് ഉണ്ടാവുള്ളൂ ഒരു വാക്ക്. ആ ഒരു പാരഗ്രാഫിൽ ഇതിൻ്റെ അസ്ല് പറയും ഈ വാക്കിൻ്റെ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇസ്തഗ്ഫറ എന്നാണെങ്കിൽ ഗ ഫ റ അതിൽ നിന്നുണ്ടായതാണെന്ന് പറയും. അതുപോലെ അതിൻ്റെ അറിയപ്പെട്ട അഭിനയത്തുകളൊക്കെ പറയും. ഒരു എക്സാമ്പിൾ ഉണ്ടാവും, ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ ഉള്ള എക്സാമ്പിളാണ് ഉണ്ടാവുക അധികവും. ഹദീസിൽ എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും. അപ്പോൾ അത് നല്ലൊരു ഡിക്ഷണറിയാണ്. അതുപോലെ രണ്ടാമത്തെ ഒന്ന്, വലിയ വലിയ ഡിക്ഷണറികൾ വാങ്ങിയിട്ട് കാര്യമില്ല. ഇപ്പോൾ ലിസാനുൽ അറബ് 10 വോളിയുള്ള ഡിക്ഷണറി, അത് നമ്മളൊരിക്കലും വായിക്കില്ല. പിന്നെ മാത്രമല്ല
ലിസാൻ അറബ് നമ്മൾ വാങ്ങിയാൽ ഉള്ള പ്രശ്നം, അതിലൊരു വാക്ക് നമ്മൾ റെഫർ ചെയ്താൽ ആ വാക്കിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും, അത് ഉണ്ടായ ചരിത്രവും. അപ്പോൾ നമ്മൾ ചെതറിപ്പോവും, നമ്മളെ ഉദ്ദേശത്തിലേക്ക് എത്തില്ല. മുഖ്താർ സിഹാ അങ്ങനെയല്ല, നമ്മളെ എന്താണോ ഉദ്ദേശിച്ചത് അത് കിട്ടും. രണ്ടാമത്തെ ഒരു ഡിക്ഷണറിയാണ്, ഇതുപോലെ ഒരു ചെറുതായിട്ടുള്ള ഡിക്ഷണറിയാണ് മിസ്ബാഹുൽ മുനീർ, അൽ മിസ്ബാഹുൽ മുനീർ. ആരാ ചോദിച്ചത് എന്താണ് സൊർഫു സഗീർ എന്ന് അല്ലില്ലാതെ നമ്മൾ പറയാൻ കാരണം, നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുമ്പോൾ ഈ ഫസ്റ്റിൽ അല്ല് നമ്മൾ പറയാറില്ല അല്ലേ. ഏറ്റവും അറിയപ്പെട്ട ഉദാഹരണമാണ് നഹ്വുൽ വാദിഹ്. എല്ലാവരും പഠിക്കുന്ന നഹ്വിൻ്റെ കിതാബാണ് മലയാളികൾ, ലോകത്ത് മൊത്തം അറിയപ്പെട്ടത്. ആരെങ്കിലും അൻ നഹ്വുൽ വാദിഹ് എന്ന് ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മലയാളി? ഞാനിതുവരെ കേട്ടിട്ടില്ല. മദ്രസയിലൊക്കെ നമ്മൾ 2-3 വർഷം പഠിച്ചിട്ടുണ്ട്. നഹ്വുൽ വാദിഹ് എന്നാണ് പറയല്, കാരണം ഫസ്റ്റിൽ ഈ അല്ല് പറയുന്നത് മലയാളത്തിൽ നമുക്കൊരു സുഖമുള്ള പ്രയോഗമല്ല. അൽക്കസേസ് അറബികൾ എനിക്കറിയില്ല. അതെ അതെ. അതുപോലെ അദബുൽ മുഫ്രദ്, അൽ അദബുൽ മുഫ്രദാണ്. ആരും അൽ അദബുൽ മുഫ്രദ് എന്ന് പറയാറില്ല, മലയാളത്തിൽ ഏതായാലും പറയില്ല. അറബിയിലും അദബുൽ മുഫ്രദ് എന്ന് തന്നെയാണ് പറയാറുള്ളത്. അപ്പോൾ മിസ്ബാഹുൽ മുനീറിൻ്റെ പ്രത്യേകത അതും ശർഈ ആയിട്ടുള്ള വാക്കുകളാണ്. മിസ്ബാഹുൽ മുനീർ എന്ന് പറയുന്നത് ഒരു ഷാഫി മദ്ഹബിൽ ഫിഖിൻ്റെ കിതാബ് അഷ്റഹുൽ കബീർ, അതിൻ്റെ അൽഫാദുകളാണ് എഴുതിയിട്ടുള്ളത്. പക്ഷേ അറബിയിലെല്ലാ വാക്കുകളും അതിൽ ഏകദേശം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള വാക്കുകളായിരിക്കും. ഹദീസിൽ വന്ന വാക്കുകൾ, ഖുർആനിൽ വന്ന വാക്കുകൾ. എന്നോടൊരു ഷെയ്ഖ് ഒരിക്കൽ പറഞ്ഞത് ഒരു നസീഹത്ത്, ഈ മിസ്ബാഹുൽ മുനീറും ഹദീസ് പഠിപ്പിക്കുന്ന ഒരു ഉസ്താദാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പഠിക്കുന്നതിൻ്റെ രീതികളൊക്കെ ചോദിച്ചപ്പോൾ ഷെയ്ഖ് പറഞ്ഞ 2 കിതാബുകൾ വാങ്ങുക. ഒന്ന് സഹീഹുൽ ജാമ്യ. സഹീഹുൽ ജാമ്യ എന്ന് പറഞ്ഞാൽ ഇമാം സുയൂത്തി എഴുതിയിട്ടുള്ള അൽ ജാമ്യ സഗീർ. അൽ ജാമ്യ സഗീർ എന്ന് പറയുന്ന ഹദീസ് കിതാബിൻ്റെ ഷെയ്ഖ് അൽബാനി തഹ്ഖീഖ് ചെയ്താണ് സഹീഹുൽ ജാമ്യ. ഇതിൽ ഏകദേശം 10,000 ഹദീസുകളുണ്ട്. ഇതിൻ്റെ പ്രത്യേകത ഖൗലിയായിട്ടുള്ള ഹദീസുകൾ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകൾ, പ്രവൃത്തികൾ ഒഴിവാക്കിയിട്ട്. ഇപ്പോൾ നമ്മൾ സഹീഹുൽ ബുഖാരി തുറന്നാൽ സാധാരണക്കാരനെ ഒരാൾക്ക് വായിക്കാൻ അത്ര സുഖം ഉണ്ടാവില്ല. കാരണം ഹജ്ജ് ചെയ്തത് 2 പേജ് ഹജ്ജിൻ്റെ ഹദീസ്, നമുക്ക് തമത്തു എന്താണ്, ഖിറാൻ എന്താണ് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അത് നമുക്ക് വായന മുന്നോട്ട് പോകില്ല. സഹീഹുൽ ബുഖാരി ഒരിക്കലും സാധാരണക്കാരൻ വായിക്കാൻ സാധിക്കില്ല സ്വന്തമായിട്ട്. ദർസ് ഉണ്ടെങ്കിലൊക്കെ, ഷറഹ് ഉണ്ടെങ്കിലൊക്കെ. എന്നാൽ നബിൻ്റെ കൗലുകൾ, ഇപ്പോൾ കുല്ലു മഅറൂഫിൻ സദഖ, ഫി കുല്ലി കബിദിൻ റത്ബത്തിൻ അജ്ർ, ഇത് ഏതൊരാൾക്ക് മനസ്സിലാവും. അങ്ങനെ കൗലിയായ ഹദീസുകൾ ജമ ചെയ്തതാണ് സഹീഹുൽ ജാമ്യ എന്ന് പറയുന്നത്, ജാമ്യ സഗീർ. അതിൻ്റെ തഹ്ഖീഖാണ് സഹീഹുൽ ജാമ്യ. അത് നീ വാങ്ങുക. അതുപോലെ മിസ്ബാഹുൽ മുനീർ എന്ന് പറയുന്ന ഡിക്ഷണറി വാങ്ങുക. എന്നിട്ട് ഇത് രണ്ടും അദ്ദേഹം പറഞ്ഞതാണ്. ഈ 2 ഡിക്ഷണറികളും ഈ ഡിക്ഷണറിയും ഈ ഹദീസ് കിതാബും ഇത് വാങ്ങാൻ ഇതിൻ്റെ 2ൻ്റെയും അത്രയും വെയിറ്റ് സ്വർണം കൊടുത്തിട്ടാണെങ്കിലും വാങ്ങിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അത്രയും വാല്യൂ ഉള്ള ഡിക്ഷണറിയാണ്. അത് ശരിക്കും ബോധ്യപ്പെടും. ഈ മിസ്ബാഹുൽ മുനീർ നിങ്ങൾ വായിച്ചാൽ മുഖ്താർ സിഹാനേക്കാളും കുറച്ചുകൂടി വലുതാണ്, പക്ഷേ ഏകദേശം അതേപോലെ തന്നെയാണ്. ആ വാക്കിൻ്റെ ഓരോ വാക്കിൻ്റെയും അസ്ൽ എന്താണെന്ന് പറയും, അതിൻ്റെ ഉദാഹരണങ്ങൾ പറയും. ഉദാഹരണങ്ങൾ ഖുർആനും സുന്നത്തുമായിരിക്കും അധികവും, 90%. അപ്പോൾ സാധിക്കുന്ന ആൾക്കാർ ഡിക്ഷണറി വാങ്ങുക, വായിക്കുക, PDF കിട്ടും. അങ്ങനെ എത്ര വാക്കുകൾ നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് കൂടുതൽ എളുപ്പമുണ്ടാവും അറബി പഠിക്കാൻ. വേറെ എന്തെങ്കിലും സംശയം ഇതുമായിട്ട് ബന്ധപ്പെട്ട്? കാല ഫാല എന്ന് പറയുന്നില്ലല്ലോ. മീസാനിൽ അസ്ലാണ്, കവല വെച്ചിട്ടാണ് മീസാൻ, അസ്ൽ വെച്ചിട്ടാണ്. ബാധിക്കില്ല അല്ല. കാരണം എന്താ? കാരണം മീസാൻ നമ്മൾ ഉണ്ടാക്കുന്നത് മുദാരിയും മറ്റൊക്കെ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ മുദാരി ഉണ്ടാക്കുമ്പോൾ ആ കൽബ് വെച്ചിട്ടാണോ അതോ അസ്ൽ വെച്ചിട്ടാണോ മുദാരി വരിക? ഇപ്പോൾ കാല ഉദാഹരണം, കാലിൻ്റെ മുദാരി എന്താ? യഖൂലു. അത് കവലയിൽ നിന്നല്ലേ ഉണ്ടായത്. അപ്പോൾ കൽബ് സംഭവിച്ചത് മീസാനിൽ മാറ്റം വരുത്തില്ല. സിയാദത്തും ഹദഫും മാത്രം. പിന്നെ കൽബ് മക്കാനി ഉണ്ട്, സ്ഥാനം മാറുന്ന അക്ഷരത്തിൻ്റെ, അതുണ്ടാവും, അത് മാറ്റം വരുത്തും. അത് പറഞ്ഞാലിപ്പം മനസ്സിലാവില്ല. നമ്മൾ ലാസ്റ്റ് ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ മീസാൻ്റെ കുറച്ചുകൂടി ബാക്കിയുണ്ട്, അതിൽ ഈ കിതാബെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് വായിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ വേറെ? നിങ്ങൾ ചോദിച്ചോ, എത്ര ബേസിക് ആയിട്ടുള്ള കാര്യം. അസ്ൽ മനസ്സിലാക്കൽ എങ്ങനെയാണ്? അത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. അസ്ൽ മനസ്സിലാക്കാനുള്ള മാർഗം
നമുക്ക് കിട്ടിയ ആ ഫിഅല് അതുമായി ബന്ധപ്പെട്ട ഏതൊക്കെ രൂപങ്ങൾ നമുക്ക് അറിയുന്നു നോക്കാം. ഇപ്പോൾ ഇസ്തഗ്ഫറ എന്നുള്ള വാക്കുമായിട്ട് ബന്ധപ്പെട്ട ഗഫറ എന്നുള്ള വാക്ക് നമുക്കറിയാം, കേട്ടിട്ടുണ്ട്. ഗഫൂർ എന്നുള്ള അള്ളാൻ്റെ ഇസ്മ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ കേട്ട വാക്കുകളൊക്കെ എഴുതി വെക്കുക. അതിൽ എല്ലാ രൂപത്തിലും ഉറച്ചു നിൽക്കുന്ന വാക്കുകൾ. നമ്മളിപ്പോൾ ഇസ്തഗ്ഫറ ഉദാഹരണം എടുത്ത്, അപ്പോൾ നമ്മൾ ഗഫൂർ എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഇസ്തഗ്ഫറ എന്നുള്ള വാക്ക് ഗഫൂർ ആയപ്പോൾ ഹംസ പോയി, ഫസ്റ്റത്തെ സീന് പോയി, താ പോയി. അതിനെന്ത് മനസ്സിലാക്കുക? ഈ ഹംസയും സീനും താവും അസിലല്ല എന്ന് മനസ്സിലാക്കുക. കാരണം അസിലി അക്ഷരം പോവില്ല. പിന്നെ വാവാണുള്ളത്. ആ വാവ് ഇസ്തഗ്ഫറയിലുണ്ടാവും. ഈ ഗഫൂറിലുള്ള വാവ് ഇസ്തഗ്ഫറയിലുണ്ടാവും ഇല്ല. അപ്പോൾ ഗഫൂറിനെ ഇസ്തഗ്ഫർ ആക്കിയപ്പോൾ ആ വാവ് പോയി. ഇസ്തഗ്ഫറിനെ ഗഫൂർ ആക്കിയപ്പോൾ ഹംസി സീനും താവും പോയി. ഗഫൂറിനെ ഇസ്തഗ്ഫർ ആക്കിയപ്പോൾ ഈ വാവ് പോയി. അപ്പോൾ ഈ വാവും മറ്റ് 3 അക്ഷരങ്ങളൊന്നും എന്തല്ല, അസ്ലി അല്ല എന്ന് മനസ്സിലാക്കാം. ഈ രണ്ട് ഉദാഹരണങ്ങൾ വെച്ച് നോക്കിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ആരാണ് അസ്ലി അല്ലാത്തതെന്നുള്ളത്. പിന്നെ അസ്ലിയായ 3 അക്ഷരം കിട്ടി അവിടെ നിർത്തണം. ഇപ്പോൾ ഒരാൾ പറയാം ഇസ്തഗ്ഫർ ഗഫൂർ നോക്കി, ഇനി വേറെ ഏതെങ്കിലും രൂപത്തിൽ ഈ ഗായും പോകുന്നുണ്ടെങ്കിലോ? അങ്ങനെ ഒരാൾക്ക് വേണ്ടി ചിന്തിക്കാം. പക്ഷേ നമ്മൾ പറഞ്ഞു, അതിനാണ് ഈ ഖുലാസ എന്നുകൊണ്ട് ലാസ്റ്റ് പറഞ്ഞത്. 3 അക്ഷരങ്ങൾ ഉണ്ടാവും മിനിമം, 3-ൽ താഴെ പോകില്ല. ഇസ്തഖീമിൻ്റെ അസിൽ എന്താ നമ്മൾ പറഞ്ഞത്? ഇസ്തഖാമിൻ്റെ അസിൽ കാമ എന്നുള്ളത്, അല്ലെങ്കിൽ കവമ. കവമ എങ്ങനെ? അലിഫ് എങ്ങനെ പോയതെന്നാ? ഈ അലിഫ് എങ്ങനെ വന്നതെന്നോ എനിക്ക് മനസ്സിലായില്ല. കവമ എന്നുള്ളത് കാമയായത് എങ്ങനെയെന്നാ? ഇസ്തഖിം, അതെ, അമ്ര. ഇസ്തഖാമയാതെന്നാ? അത് നമ്മൾ മാലിയാണ് നോക്കേണ്ടത്. മാലി വെച്ചിട്ടാണ് നമ്മൾ മീസാനൊക്കെ കണ്ടുപിടിക്കുക. മാസിയാണ് അസ്ല്. ഫെയിലുകളുടെ കാര്യത്തിൽ അടിസ്ഥാനം മാലിയാണ്. വേറെ എന്തെങ്കിലും ഉണ്ടോ ഡൗട്ട്? എന്താണെങ്കിലും ചോദിച്ചോ, പ്രശ്നമില്ല. അറിയുന്നതാണെങ്കിൽ പറയും, അറിയാത്തതാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച വന്നത്. ഇത് പ്രധാനപ്പെട്ട ഭാഗമാണ്. ഈ മീസാൻ എന്നുള്ളത് മനസ്സിലാക്കിയാൽ ഇൻഷാ അല്ലാഹ് ഇനി വരാനുള്ളത്. ഇനിയിപ്പോൾ ആരോ ചോദിച്ചതായിട്ട് ഞാൻ കേട്ടു, ഈ ഫാലൊക്കെ എവിടെ? ഫാലു അതാണ് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വരാൻ പോകുന്നത്. കാരണം ഫാലു പഠിക്കണമെങ്കിൽ ഫാല എന്താണെന്നറിയണ്ടേ? അതാണ് ഈ കണ്ടത്. ഇപ്പോൾ ഈ ഫാലൻ്റെ വിശദീകരണമാണ് ഈ ഫാലും ബാക്കിയൊക്കെ. അതുപോലെ അഫ്അലക്ക് അഫ്അലും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഇതൊക്കെ ആരാണെന്ന് മനസ്സിലാക്കണ്ടേ? അതാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമുക്ക് തുടരാം. ബാറക്കല്ലാഹു ഫീക്കും. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത.